وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم وصل مثل ثواب ما قرأناه من القرآن العظيم إلى حضرة رسول الله صلى الله عليه وسلم اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تحرمنا رؤيته يا رب العالمين اللهم اسقنا بكأسه وانفعنا بمحبته يا أكرم الأكرمين اللهم وإلى حضرة أصحابه البدريين والأحديين والخندقيين والتبوكيين وسائر الصحابة والقرابة كلهم أجمعين اللهم وإلى حضرة أمهات المؤمنين بيبي خديجة وبيبي عائشة رضي الله عنهن يا رب العالمين اللهم وإلى حضرة بيبي فاطمة رضي الله عنها يا رب العالمين اللهم سيما إلى حضرة بيبي نفيسة المصرية رضي الله عنها يا رب العالمين اللهم وبحقوقهم بارك لنا في كل أمورنا سيما في أمرنا هذا يا رب العالمين اللهم إنا نسألك الرحمة والبركة والبشاشة والغنى فينا وفي أمورنا سيما في أمرنا هذا يا رب العالمين بمحض فضلك وجودك وكرمك يا أكرم الأكرمين ويا أرحم الراحمين سلام على المرسلين والحمد لله رب العالمين. പ്രിയപ്പെട്ട നഫീസത്തുൽ മിസ്രിയ അക്കാദമിക്ക് കീഴിലുള്ള 5 ദിവസം നീണ്ടു നിൽക്കുന്ന അൽ മർഅത്തു സ്വാലിഹ എന്ന് പറയുന്ന മഹത്തായ ഒരു കോഴ്സിലേക്ക് അതീവ താല്പര്യത്തോടെ ജോയിൻ ചെയ്തവർ, രാത്രി ഏറെ വൈകിയിട്ട് നിങ്ങൾക്ക് സൗകര്യപ്പെട്ട സമയമെന്ന് പറയുമ്പോൾ അതിലൂടെ മനസ്സിലാകുന്നത് നിങ്ങളുടെ സമയങ്ങളൊക്കെ മാറ്റിവെച്ച് ഒഴിഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് ഈ മഹത്തായ, അതും കിടക്കാനൊരുങ്ങുന്ന ഈ മഹത്തായ ഒരു സമയത്ത് ആ ആഗ്രഹത്തെ നിങ്ങൾ കെട്ടിവെച്ചിട്ട് ഈ മഹത്തായ ഒരു കോഴ്സിന്റെ ഈ ക്ലാസ് കേൾക്കാൻ വേണ്ടി നിങ്ങളുടെ പ്രത്യേക വിലപ്പെട്ട സമയം മാറ്റിവെക്കുന്നു എന്നുള്ളതാണ്. അൽഹംദുലില്ലാഹ്, ഒരു 5 ദിവസത്തെ ഈ മഹത്തായ കോഴ്സിലൂടെ ശരിക്കും നിങ്ങൾ ഈ പേരിൽ പറഞ്ഞതുപോലെ ആവാൻ പോവുകയാണ്. അതുപോലെ ആവണം ഇൻഷാ അല്ലാഹ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു കോഴ്സ് തുടങ്ങിയത്. അൽ മർഅത്തു സ്വാലിഹ എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പാദ്യം അൽ മർഅത്തു സ്വാലിഹയാണെന്നാണല്ലോ ഹബീബ് നമ്മളെ പഠിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ്, നമുക്ക് ഇന്നത്തെ ക്ലാസ് ചിന്തകൾക്ക് കടിഞ്ഞാണിടാം. വളരെ നമ്മളെ സ്വാലിഹത്ത് എന്നൊരു പരുവത്തിലേക്ക് എത്തിക്കാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഹവൻ നഫ്സിനെ ബ്ലോക്ക് ചെയ്ത് വെക്കുക, അടിന് ചങ്ങലയിട്ട് വെക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വളരെ മികച്ചതായ നമ്മുടെ ക്ലാസ് പോകുന്നത്. ഹുസൂരി ഇമാമ് പറഞ്ഞതുപോലെ ഇന്ന അമ്മാറത്തി ബിസൂഇ മത്തഅദത് എന്ന് വിളിക്കുന്ന ആ വിളിയോട് നോ പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ പലതും ട്രെയിൻ ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇന്നത്തെ ക്ലാസ് ഒരു ട്രെയിനിങ് ആണ്, ഒരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആണ്, ജീവിതത്തിൽ പരിശീലിക്കാനുള്ള ഒരുപാട് പാഠങ്ങൾ കൂടിയാണ്. പ്രമുഖ ട്രെയിനർ കൂടിയായ, ലൈഫ് കോച്ച് കൂടിയായ നമ്മുടെ ഷഹീർ അഹമ്മദ് സാറ് മിസ്രിയ അക്കാദമിയുടെ ഡയറക്ടർ കൂടിയാണ്. അദ്ദേഹത്തിനെ ആദരപൂർവ്വം ഈ മഹത്തായ ക്ലാസ്സിനെ ലീഡ് ചെയ്യുന്നതിനു വേണ്ടി ക്ഷണിക്കുന്നു. ബാറക്കല്ലാഹു ഫീക്കും. അള്ളാഹു നിങ്ങൾക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, സ്വാഗതമായി നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട്, അദ്ദേഹത്തെയും മറ്റു ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ള 300ഓളം പാർട്ടിസിപ്പന്റിനെയും ഈ മഹത്തായ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മിസ്രി അക്കാദമി ഡയറക്ടർ ബഹുമാനപ്പെട്ട റഫീ ഉസ്താദാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്തത്. 5 ദിവസം നീണ്ടു നിൽക്കുന്ന മനോഹരമായ ഒരു യാത്രയാണ് മർഅത്തു സ്വാലിഹ. ലൈവ് സെഷൻസും വാട്സപ്പ് സെഷൻസും ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ലഭിക്കും. ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാം. കാരണം എത്രത്തോളം പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോഴ്സ് കഴിയുന്നത് വരെ നിങ്ങളെ കൂടെ ഉണ്ടാകും എന്ന് പറയുന്നൊരു വിശ്വാസമുണ്ട്.
പതിനായിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കാൻ മിസ്സിരി അക്കാഡമിക്ക് അൽഹംദുലില്ലാ കഴിഞ്ഞ വർഷങ്ങളിൽ സാധിച്ചിട്ടുണ്ട് എന്ന സന്തോഷത്തോടെ പറയുകയാണ്. 1000-ഓളം പഠിതാക്കള് നമ്മുടെ മിസ്സിരിയ കോഴ്സിന്റെ ഭാഗമാണ്. ഒരുപാട് പഠിതാക്കള് ഒരു വർഷത്തെ പഠനം കഴിഞ്ഞ് വിവിധ മേഖലകളിൽ അവരുടേതായ കോൺട്രിബ്യൂഷൻസ് നടത്തുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മള് പലപ്പോഴും നമ്മളിലേക്കൊന്ന് നോക്കുന്ന സമയത്ത് നിങ്ങളിലേക്ക് നോക്കുക. നിങ്ങൾക്ക് എത്ര ഏജ് ആയി, എത്ര വർഷം നിങ്ങൾ ഇവിടെ ജീവിച്ചു എന്ന് സ്വയം ചോദിക്കുക. സ്വയം ചോദിച്ചതിന് ശേഷം ഇത്രയും കാലം നിങ്ങൾ എന്താണ് ഇവിടെ നേടിയെടുത്തത്? ഒരു ഒത്തിരി മുയലുകൾ ഇങ്ങനെ ഒരു പാടത്തുകൂടി ഇങ്ങനെ ചാടി പോകുന്ന സമയത്ത് ഒരു കുറുക്കൻ ആ മുയലിന്റെ കഴുത്ത് പിടിച്ച് അങ്ങോട്ട് വലിച്ചു. കുറുക്കൻ മുയലിനെ കൊല്ലാൻ വേണ്ടി പോവാണ്. അത് മനസ്സിലാക്കിയ മുയൽ പറഞ്ഞു, അവസാനമായിട്ട് എനിക്കൊരു ആഗ്രഹമുണ്ട്, ആ ആഗ്രഹം ഞാൻ പൂർത്തീകരിച്ചതിന് ശേഷം എന്നെ കൊന്നാ മതിയട്ടോ എന്ന് പറഞ്ഞപ്പോ കുറുക്കൻ ഒരു 5 മിനിറ്റ് മുയലിന് അനുവദിച്ചു കൊടുത്തു. മുയൽ എന്താ ചെയ്തത്? നേരെ മുമ്പിൽ ചെന്ന് മുയല് ഒരു വലിയ കുഴി ഉണ്ടാക്കി. ആ കുഴി ഉണ്ടാക്കി തിരിച്ചു വന്ന് കുറുക്കനോട് പറഞ്ഞു, എന്റെ സമയം കഴിഞ്ഞട്ടോ, ഇനി എന്നെ കൊല്ലാം എന്ന് പറഞ്ഞപ്പോ വളരെ ക്യൂരിയോസിറ്റിയോടെ കുറുക്കൻ മുയലിനോട് ചോദിച്ചു അത്രേ, എന്തിനാണ് അവിടെ കുഴി ഉണ്ടാക്കിയത്? ആ സമയത്ത് മുയൽ പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഞാൻ ചത്തുപോയാലും ഈ കുഴി ഉണ്ടാവുന്ന കാലത്തോളം ബാക്കിയുള്ള മൃഗങ്ങളൊക്കെ പറയൂലേ ഈ കുഴി ഉണ്ടാക്കിയത് ആ മുയലാണെന്നുള്ളത്, അത് മതി എന്റെ ജീവിതത്തില്. മർഅത്തു സ്വാലിഹ എന്ന് പറയുന്ന കോഴ്സിൽ ലൈവായിട്ട് 260 ആളുകൾ ഈ ക്ലാസ് ഇപ്പൊ നേരിട്ട് കേൾക്കുന്നുണ്ട്. അവര് സ്വയം ചോദിക്കുക, ഈ നിമിഷം നിങ്ങൾ ഹാർട്ട് അറ്റാക്കായി മരിച്ചു കഴിഞ്ഞാല് നിങ്ങളെ ഓർക്കാനുള്ള എന്ത് അടയാളമാണ് ഇവിടെ ബാക്കി വെച്ചത്? നമുക്ക് തന്നെ അറിയാം, മനുഷ്യൻ എന്ന് പറയുന്നത് ബിഗ് സീറോ ആണ്. വയനാട് ജില്ലയിലെ ഡിസാസ്റ്റർ കലാമിറ്റി നടന്ന സമയത്ത് അള്ളാഹു അവിടെയുള്ള ജനങ്ങൾക്ക് ക്ഷമ നൽകുമാറാകട്ടെ. മരിച്ചുപോയ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം കൊടുക്കുമാറാകട്ടെ, ആഖിറത്തിൽ വിജയം കൊടുക്കുമാറാകട്ടെ. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ക്യാമ്പുകളിൽ കഴിയുന്ന 1000-ഓളം ആളുകൾ സ്കൂളിലെ ക്യാമ്പിൽ ഇങ്ങനെ കഴിയുന്ന സമയത്ത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, ആ ക്യാമ്പിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഒന്ന് സ്വസ്ഥമായി ഒരു ഫാനിന്റെ അടിയിൽ കിടന്നുറങ്ങി റെസ്റ്റ് എടുക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സാധിക്കുന്നില്ല. കാരണം ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യൻസും ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഒന്ന് സ്വസ്ഥമായി ഉറങ്ങാന്ന് വിചാരിച്ചാൽ നടക്കൂല. ഉറക്കു വന്നാൽ ചിലപ്പോൾ അവിടെ വീഴും. എന്നാലും ആ ക്യാമ്പിൽ പല ആളുകളും ചവിട്ടിയിട്ടൊക്കെ ആയിരിക്കും പോവുക. ഒരു സ്വകാര്യ വസ്ത്രം അലക്കി കഴിഞ്ഞാൽ ഒരു സ്വകാര്യ സ്ഥലത്ത് ഡ്രൈ ചെയ്യാൻ വെക്കണം എന്ന് അദ്ദേഹം തീരുമാനിക്കാൻ കഴിയില്ല. അവിടെ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലം. ഒന്ന് സ്വസ്ഥമായിട്ട് ഒന്ന് മനസമാധാനത്തോടെ ഇരിക്കണം എന്ന് വിചാരിച്ചാൽ നടക്കൂല. ഒന്ന് അങ്ങാടിയിൽ പോയിട്ട് കൽപ്പറ്റ അങ്ങാടിയിലേക്ക് ഇറങ്ങി ഒരു റെസ്റ്റോറന്റിൽ ഇറങ്ങി ഒരു അൽഫാം കഴിച്ചാലോ എന്ന് അദ്ദേഹത്തിന് കഴിയില്ല. കാരണം പോക്കറ്റിൽ മണിയില്ല, ബാങ്ക് അക്കൗണ്ട് ഇല്ല, എല്ലാം നഷ്ടപ്പെട്ടു, കയ്യിൽ മൊബൈലില്ല. ഇതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ മർഅത്തു സ്വാലിഹയിൽ അറ്റൻഡ് ചെയ്യുന്ന പ്രിയപ്പെട്ടവരോട് ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇൻഷാ അള്ളാ എപ്പോഴാ ഞാൻ മരിക്കാന്നുള്ളത് അറിയില്ല. മുയല് പറഞ്ഞതുപോലെ ഞാൻ മരിച്ചാൽ എന്താ, ആ കുഴി അവിടെ ഉണ്ടല്ലോ, ആ കുഴി ഉണ്ടാകുന്ന കാലത്തോളം എല്ലാവരും പറയും ആ കുഴി ഉണ്ടാക്കിയത് മുയല. അതുകൊണ്ട് 270-ഓളം പ്രിയപ്പെട്ട മർഅത്തു സ്വാലിഹയിലെ പഠിതാക്കളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്താ ഉണ്ടാക്കിയത്? എത്ര പേർക്ക് മയ്യത്ത് കുളിപ്പിക്കാൻ അറിയാം? എത്ര പേർക്ക് കഫൻ ചെയ്യാൻ അറിയാം? എത്ര പേർക്ക് മസ്അല പറഞ്ഞു കൊടുക്കാൻ അറിയാം? എത്ര പേർക്ക് പ്രിയപ്പെട്ട കുട്ടികളെ ശരിക്കും വളർത്താൻ അറിയാം? നാളത്തെ ക്ലാസ് അതാ. ഇനി വരുന്നൊരു ക്ലാസ് നമ്മളെ മക്കളെ എങ്ങനെ വളർത്താം എന്നുള്ളൊരു ക്ലാസ് വരുന്നുണ്ട്. നാളെ നിങ്ങളെ പ്രിയപ്പെട്ട മോനൂസ് ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ വലിയ പണ്ഡിതനോ മതപണ്ഡിതനോ എഴുത്തുകാരനോ ആയിക്കഴിഞ്ഞാല് ഞാൻ മരിച്ചാലും നാളെ എന്റെ കബറിന്റെ അരികിൽ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് വന്ന് പ്രാർത്ഥിക്കുമ്പോ അത് മതി എനിക്ക്. നാളെ എന്റെ പൊന്നുമോന് MBBS എടുത്ത് ഡോക്ടറായിട്ട് ഒരുപാട് പേഷ്യൻസിനെ കൺസൾട്ട് ചെയ്യണ സമയത്ത് കബറിൽ കിടക്കണ ഞാനുണ്ടല്ലോ, ആരെങ്കിലും നടന്നു പോണ സമയത്ത് പറയും, ആ മരിച്ചു കിടക്കുന്ന ആളെ മോനാണ് ഇന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ, നമുക്ക് ഈ ഉമ്മക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലോ എന്ന് പറയുന്ന സമയത്ത് ആ കബറിൽ കിടക്കാൻ ഒരു സുഖം ഉണ്ടാവും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നമ്മുടെ ജീവിതം എത്ര കാലം ഉണ്ടെന്ന് എനിക്കറിയില്ല. ആ കാലത്തോളം എനിക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കണം. ചെറിയ ടെൻഷൻസ് വരുന്ന സമയത്ത്, ചെറിയ സ്ട്രെസ് വരുന്ന സമയത്ത് തകർക്കാനുള്ളതല്ല. ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ, ഒരു സിമ്പിൾ എക്സാമ്പിൾ.
ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം ഞാൻ പറയാം. ആ ഉദാഹരണത്തിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വെരി വെൽ ഏത് രൂപത്തിൽ എൻ്റെ ജീവിതത്തെ കൊണ്ടുവരണം എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, അപ്പോ നമ്മള് മനസ്സിനെ ശരിക്കും പിടിച്ചു കിട്ടിക്കഴിഞ്ഞാല് ഇൻഷാ അല്ലാഹ് ജീവിതത്തില് ഒരു മനോഹരമായ ഒരു ലോകത്തേക്ക് എനിക്ക് എത്തിച്ചേരാൻ പറ്റും. കോൺകെയർ യുവർ സെൽഫ് എന്നൊക്കെ പറയും. സ്വന്തം മനസ്സിന് ഇങ്ങനെ കീഴടക്കുക, ഹവൻ നഫ്സിന് ഇങ്ങനെ കീഴടക്കുക. അവിടെ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ 100% സക്സസ് ആണ്. എഡ്മണ്ട് ഹിലാരി എന്ന് പറയുന്ന ലോകത്ത് എവറസ്റ്റ് കൊടുമുടി ആദ്യം കീഴടക്കിയ വ്യക്തിയുടെ ഒരു കഥയുണ്ട്. അദ്ദേഹം എവറസ്റ്റിന്റെ ഒരു മിഡിലേക്ക് എത്തി, ഒരു നിലക്കും മുമ്പോട്ട് പോകാൻ കഴിയണില്ല എന്ന് തോന്നിയപ്പോ അദ്ദേഹം എവറസ്റ്റിന്റെ ഏറ്റവും ടോപ്പിലേക്ക് നോക്കി പറഞ്ഞത്രേ, ഓ എവറസ്റ്റ്, യു വോണ്ട് ഗ്രോ അഗെയിൻ ബട്ട് ഐ വിൽ ഗ്രോ, ഐ വിൽ കം ബാക്ക്, ഐ വിൽ കോൺകെയർ യു എന്ന് പറഞ്ഞു. പകുതിയിലേക്ക് എത്തിയിട്ട് അദ്ദേഹത്തിന് ഒരു നിലക്കും മുമ്പോട്ട് പോകാൻ പറ്റണില്ല. അദ്ദേഹം ഇങ്ങനെ വീഴാൻ വേണ്ടി നോക്കുക. ആ വീഴാൻ നോക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, മുകളിലേക്ക് നോക്കിയിട്ട്, എവറസ്റ്റ് നീ ഒരിക്കലും വളരൂലട്ടോ, ബട്ട് ഞാൻ വളരും. ദ നെക്സ്റ്റ് ഡേ 1953 അദ്ദേഹം രണ്ടാമത്തെ പ്രാവശ്യം എവറസ്റ്റ് കൊടുമുടിയിലേക്ക് പോയി. എന്ത് ചെയ്തു അത്രേ? അവിടെ ജസ്റ്റ് ഹി കോൺകെയർ ദ എവറസ്റ്റ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരിക്കലും ഒരു യാത്ര തുടങ്ങിക്കഴിഞ്ഞു, ഇനി ശാന്തമായ മനസ്സോടുകൂടെ സമാധാനത്തോടുകൂടെ എനിക്ക് ഇങ്ങനെ ജീവിച്ച് മുമ്പോട്ട് പോകണം. അതിന് പ്രധാനപ്പെട്ട ചില ട്രിക്കുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നൽകുന്നത്. ഒന്ന്, നമ്മളെ മനസ്സിലേക്ക് എപ്പോഴും നല്ല നല്ല അഫർമേഷൻസ് കൊടുക്കുക. അതിന്റെ വീഡിയോ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് അയച്ചു തരും. എല്ലാവരും നിങ്ങളുടെ കൈവെക്കാവോ? കൈവച്ചിട്ടൊന്ന് പറയാ, എനിക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്ക് എന്നോട് സ്നേഹമാണ്, ഞാൻ ഹെൽത്തിയാണ്, ഓക്കെ, ഐ ലവ് മൈസെൽഫ്. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അതേപോലെ നാളെ രാവിലെ എഴുന്നേറ്റാല് ജസ്റ്റ് യു ക്യാൻ സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി മിറർ. മിററിന്റെ മുമ്പിൽ നിന്നിട്ട് നിങ്ങൾ പറയാ, ഇപ്പൊ എന്റെ പേര് ഷഹീർ എന്നാ, ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ ചെയ്യും, മൈൻഡ് നല്ല റിലാക്സ് ആയിരിക്കും. മിററിലേക്ക് നോക്കിയിട്ട് ഷഹീർ ഐ ലവ് യു, ഷഹീർ ഐ ലവ് യു. ഇതിങ്ങനെ പറയുന്ന സമയത്ത് എനിക്കൊരു സ്വസ്ഥത ഫീൽ ചെയ്യും. എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന മുഴുവൻ ആളുകളോടും പറയട്ടെ, നാളൊന്ന് ചെയ്തു നോക്കിയേ. വീട്ടിലുള്ള ആളോട് പറഞ്ഞാൽ മതി, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യട്ടോ, തെറ്റിദ്ധരിക്കരുത്, ക്ലാസ്സിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ആ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഭയങ്കര ഫ്രീ ആയിരിക്കും. നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ? വി ഡോണ്ട് ഹാവ് ടൈം. ഒന്നിനും സമയമില്ല. പണ്ടാരോ പറഞ്ഞതുപോലെ കുറെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം ഒന്ന് സൂയിസൈഡ് ചെയ്യണം, ആത്മഹത്യ ചെയ്യണം. ബട്ട് ഐ വോണ്ട് ഗെറ്റ് ടൈം. ടൈം കിട്ടണ്ടേ? ടൈം കിട്ടിയെങ്കിൽ ഞാൻ എന്നോ സൂയിസൈഡ് ചെയ്തേനെ എന്ന് പണ്ടാരോ പറഞ്ഞ പോലെ നമ്മളെ അവസ്ഥ അതാണ്. നമുക്ക് വി ഡോണ്ട് ഹാവ് ടൈം. ഒന്നിനും സമയമില്ല. സമയം കണ്ടെത്തിയിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇനിയുള്ളൊരു കാലം എനിക്ക് സ്വസ്ഥമായി ജീവിക്കണം എന്ന ലെവലില് മനസ്സിനെ കൊണ്ടുപോവുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ, നമ്മളെ ഒരു മോനൂസ് അല്ലെങ്കിൽ മോളൂസ് 2 വയസ്സായുള്ളൂ, 1 വയസ്സായുള്ളൂ. ഒരു ദിവസം ഒരു പാമ്പിനെ കാണിച്ചിട്ട് പറയാ, ഉമ്മി ആ പാമ്പിനെ നമുക്കൊന്ന് പിടിച്ചു തരാവോ? നിങ്ങൾ ആ പാമ്പിന് കൊടുക്കുക കുട്ടിക്ക്. നല്ല വിഷമുള്ള ഒരു പാമ്പിനെ കാണിച്ചിട്ട് നിങ്ങളെ കുട്ടി പറയാ, മോനെ ഉമ്മിച്ചി ആ പാമ്പിനെ എനിക്കൊന്ന് പിടിച്ചു തരാവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ആ പാമ്പിനെ പിടിച്ചു കൊടുക്കോ? ഇല്ല, ഒരിക്കലും കൊടുക്കത്തില്ല, ഒരിക്കലും കൊടുക്കൂല. കാരണം കുട്ടിക്ക് അറിയില്ല, 1.5 വയസ്സായുള്ള ആ പാമ്പ് വിഷമുള്ളതാണെന്ന് കുട്ടിക്ക് അറിയൂല. നമ്മളത് ഒരിക്കലും പിടിച്ചു കൊടുക്കൂല. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അതേപോലെയാണ് പടച്ച റബ്ബ് നമുക്ക് നൽകുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മളെ മിസിരിയിലെ പ്രിയപ്പെട്ട പഠിതാക്കളോട് എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതിലൊരു പോസിറ്റീവ് ഉണ്ട് എന്ന് മനസ്സിനെ കൺവേർട്ട് ചെയ്യാം. ഒരു ടെൻഷനും ഇല്ലാതെ നിൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് കേട്ടോ. വാട്ട് എവർ ഹാപ്പൻ ഇൻ യുവർ ലൈഫ്, ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ശരി, അതിലെന്തോ പോസിറ്റീവ് ഉണ്ട്, അതിലെന്തോ നന്മയുണ്ട്, അതിലെന്തോ ഹൈറുണ്ട്. ഞാനൊരു 6-7 വർഷമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു ടെൻഷനും ഉണ്ടാവില്ല. കാരണം പടച്ച റബ്ബ് ഒരിക്കലും എന്ത് ചെയ്യൂല. ഇപ്പൊ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോ പലപ്പോഴും പടച്ച റബ്ബ് പല കാര്യവും നമുക്ക് തരാതിരിക്കും. പടച്ചോൻ എന്ത് തരാത്തത് എന്ന് തോന്നിപ്പോവും. പടച്ച റബ്ബ് എന്തായിരിക്കും നൽകാത്തത് എന്ന് തോന്നിപ്പോവും. ഇല്ല, ഒരിക്കലും ഇല്ല. പടച്ച റബ്ബ് എന്തെങ്കിലുമൊക്കെ എനിക്ക് തടഞ്ഞു വെക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാമ്പിനെ കാണിച്ചിട്ടൊന്ന് തരാവോ എന്ന് പറയുമ്പോ നമുക്കത് വിഷമാണെന്ന് അറിയാം, നമ്മളത് കൊടുക്കൂല. പക്ഷെ കുട്ടിക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവൂല. അതുകൊണ്ട് ഞാൻ പറയട്ടെ, എന്തെങ്കിലുമൊക്കെ പടച്ച റബ്ബ് എനിക്ക് തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് ഉണ്ടാവും, അതിലെന്തെങ്കിലുമൊക്കെ ഹൈർ ഉണ്ടാവും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു സ്റ്റോറി ഉണ്ട് ആ വിഷയത്തില്. ഒരു അക്ബർ ചക്രവർത്തിന്റെയും ബീർബലിന്റെയും ഒരു കഥയുണ്ട്. അക്ബർ ചക്രവർത്തി ബീർബലിനോട് ഒരു ദിവസം പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്ന് ഫ്രീ ആണല്ലോ, നമുക്കൊന്ന് ഹണ്ടിങ്ങിന് പോയാലോ? ഈ രാജാക്കന്മാർക്ക് ഈ വേട്ടക്ക് പോകുന്നൊരു സ്വഭാവമുണ്ട്. അപ്പോ ഈ ബീർബൽ ആളൊരു തമാശക്കാരനാ. ആയിക്കോട്ടെ രാജാവേ, നമുക്ക് പോകാന്ന് പറഞ്ഞു.
അങ്ങനെ ഇവര് വേട്ടയാടാൻ വേണ്ടിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു കറുത്ത പൂച്ച മുമ്പിലൂടെ അങ്ങോട്ട് ഓടി കേട്ടോ. ഓടുന്ന സമയത്ത് രാജാവ് പറഞ്ഞു, ബീർബലെ നമുക്ക് തൽക്കാലം ഇന്നത്തെ ഹണ്ടിങ് ക്യാൻസൽ ചെയ്യാം, കാരണം ഈ കറുത്ത പൂച്ച ഓടിക്കഴിഞ്ഞാൽ എന്തോ അപകട സൂചനയാണെന്ന് പറഞ്ഞു. പക്ഷെ ഈ ബീർബൽ എന്ന് പറയുന്ന ആള് തമാശക്കാരനാ. അപ്പോ ബീർബൽ പറഞ്ഞു, എന്താ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല്, രാജാവെ അത് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ പോയതായിരിക്കും എന്ന് തമാശക്ക് ഇങ്ങനെ പറഞ്ഞ സമയത്ത് രാജാവ് പറഞ്ഞു, ഓക്കെ ലെറ്റ്സ് പ്രൊസീഡ്, നമുക്ക് മുമ്പോട്ട് പോകാന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ചുകൂടി മുമ്പോട്ട് പോയി കുറെ മുയലുകളും മാനുകളൊക്കെ കണ്ടപ്പോ ഈ രാജാവ് ഒത്തിരി എക്സൈറ്റഡ് ആയിട്ടോ. ആ മാനുകളെയും ഈ മുയലിനൊക്കെ ഇങ്ങനെ പിടിക്കാൻ തുടങ്ങിയപ്പോ പെട്ടെന്ന് അമ്പ് വന്ന് വിരലിലേക്ക് ഇങ്ങനെ കൊണ്ടു. അങ്ങനെ വിരൽ അങ്ങോട്ട് കഷ്ണായി പോയി. കഷ്ണായി പോയ സമയത്ത് ഈ രാജാവ് സ്വാഭാവികമായിട്ടും ആരോടാ ദേഷ്യം പിടിക്കുക? ബീർബലിനോടല്ലേ? ബീർബൽ പറഞ്ഞിട്ടല്ലേ വന്നത്. അപ്പൊ ഈ തമാശക്കാരനായ ബീർബൽ ചിരിച്ചുകൊണ്ട് രാജാവിനോട് പറഞ്ഞത്ര, രാജാവേ കൈന്റെ വിരല് മാത്രല്ലേ പോയുള്ളൂ, കോടിക്കൊന്നും പറ്റിയില്ലല്ലോ. ഇതും കൂടി കേട്ട സമയത്ത് ഈ രാജാവ് ഉണ്ടല്ലോ, ബീർബൽ ഒരറ്റ ചവിട്ട് കൊടുത്തിട്ട് അവിടെ ഉണ്ടായിരുന്ന കുഴിയിലേക്ക് അങ്ങോട്ട് വീണു. അങ്ങനെ രാജാവ് കുറച്ചും കൂടി മുമ്പോട്ട് പോയി. ഒരു നല്ല ക്ഷീണമുണ്ട്, ഒരു മരത്തിന്റെ അടിയിൽ ഇങ്ങനെ കിടക്കുക. അപ്പൊ ഈ കുറെ കഴിഞ്ഞപ്പോ ഈ വനദേവതകളെ ആരാധിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അപ്പോ അവര് ഈ തടിയനായ രാജാവിനെ കണ്ടപ്പോ ഇയാൾ നമുക്ക് പറ്റിയ സാധനമാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവരെ തലവന്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി. ബലികർമ്മത്തിന് കൊണ്ടുപോയതാ. അങ്ങനെ ബലികർമ്മത്തിന് കൊണ്ടുപോയ രാജാവിനെ തലവൻ കണ്ടപ്പോ തല മുതൽ കാല് വരെ നോക്കിയ സമയത്ത് ഈ വിരലിനൊരു പ്രശ്നം കണ്ടപ്പോ ഈ തലവൻ പറഞ്ഞു, ഇയാൾ നമുക്ക് പറ്റൂലട്ടോ എന്ന് പറഞ്ഞ് വെറുതെ വിട്ടു. അപ്പൊ രാജാവ് നല്ല സന്തോഷമായി. പക്ഷെ നല്ല കുറ്റബോധമുണ്ട്, കാരണം നമ്മളെ ബീർബൽ ആ കുഴി കിടക്കുക. അങ്ങനെ ഒരു കാട്ടുവള്ളി എടുത്തിട്ട് ഇങ്ങനെ കുഴിയിലേക്ക് ഇട്ട് ബീർബൽ ഇങ്ങനെ കയറ്റിയപ്പോ ബീർബൽ പറഞ്ഞത്രേ, രാജാവെ എന്നെ കുഴിയിലിട്ടത് നല്ലതിന് വേണ്ടിയിട്ടാ. പൂച്ച ക്രോസ് ചെയ്തത് നല്ലതിന് വേണ്ടിയിട്ട്, കൈവിരൽ പോയത് നല്ലതിന് വേണ്ടിയിട്ട്, അതുകൊണ്ടല്ലേ ബലികർമ്മത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. എന്നിട്ട് ബീർബൽ പറഞ്ഞു, എന്നെ കുഴിയിലിട്ടത് നല്ലതിന് വേണ്ടിയിട്ടാ. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? എന്തുകൊണ്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഒന്ന് കമന്റ് ചെയ്യാവോ? എന്നെ കുഴിയിലിട്ടതും നല്ലതിന് വേണ്ടിയിട്ടാണ്, നന്ദിയുണ്ടട്ടോ രാജാവെ എന്ന് ബീർബൽ അക്ബറിനോട് പറഞ്ഞു എന്നാ. നിങ്ങൾ ഇവിടെ ഉണ്ടോ? അറിഹിയ ശരിയാ, ഒത്തിരി ആളുകൾ കമന്റ് ചെയ്തു, കൂടെ ഉണ്ട്. താങ്ക് യു സോ മച്ച്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ബീർബല് കുഴിയിലല്ലെങ്കിൽ ബീർബലിന്റെ കയ്യോ കാലൊന്നും പ്രശ്നമൊന്നും ഇല്ല, ബലികർമ്മത്തിന് വേണ്ടി എടുക്കുമായിരുന്നു. ഞാൻ ഈ സ്റ്റോറി ഇവിടെ പറയാൻ കാരണം, മറത്തു സാലിഹ എന്ന് പറയുന്ന കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന പ്രിയപ്പെട്ട പഠിതാക്കളോട് ഒന്നാമത്തെ തോട്ട്സ് ആയിട്ട് ഞാൻ പറയട്ടെ, ഇന്ന് മുതൽ നിങ്ങൾ തീരുമാനം എടുക്കുക. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ശരി, അതിലെന്തോ പോസിറ്റീവ് ഉണ്ട് എന്ന് മനസ്സിനെ കൺവേർട്ട് ചെയ്യുക. ഒരു പ്രശ്നം ഉണ്ടാവില്ല, വളരെ സന്തോഷത്തോടെ നമുക്ക് ജീവിച്ച് മുമ്പോട്ട് പോകാൻ കഴിയും. ഇതൊന്ന് ഫോളോ ചെയ്താൽ മതി. എന്ത് കലാമിറ്റി ഉണ്ടായാലും, എന്ത് ഡിസാസ്റ്റർ ഉണ്ടായാലും, ഇപ്പൊ വയനാട്ടിൽ എത്ര വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായാലും നമ്മളെ മനസ്സ് കൺവേർട്ട് ചെയ്യേണ്ടത് അതിലെന്തെങ്കിലുമൊക്കെ ഹൈർ ഉണ്ടാവും, അതിലെന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് ഉണ്ടാവും, പഠിച്ചവൻ എന്തെങ്കിലും ഹൈറ് അതില് കണ്ടിട്ടുണ്ടാവും എന്നേ നമ്മൾ ചിന്തിക്കാവൂ. പ്രത്യേകം മനസ്സിലാക്കണം. നമ്മള് പൊതുവെ ഈ ചാനലുകളിലൊക്കെ ഒരുപാട് സങ്കടങ്ങളും പ്രശ്നങ്ങളും കാണുന്ന സമയത്ത് നമ്മൾ അത് കണ്ട് മൈൻഡ് ആകെ തകർന്നു പോകും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അനാവശ്യ ന്യൂസുകളും കാര്യങ്ങളൊന്നും വല്ലാതെ കാണരുത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ഈ മൊബൈൽ ഫോൺ എന്നെ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. ഈ മൊബൈൽ ഫോണ് ഞാൻ കയ്യിൽ ഇങ്ങനെ വെച്ചു, ഓക്കെ, ഇപ്പൊ എനിക്ക് പ്രശ്നമൊന്നുമില്ല. 1 മിനിറ്റ് ഞാൻ കയ്യിൽ ഇങ്ങനെ വെച്ചാൽ എന്താ സംഭവിക്കുക? 2 മിനിറ്റ് കൈ വെച്ചാൽ എന്താ സംഭവിക്കുക? ഒരു 5 മിനിറ്റ് ഇതേപോലെ ഞാൻ പിടിച്ചാലോ, 1 മണിക്കൂർ ഇതേപോലെ പിടിച്ചാലോ, 2 മണിക്കൂർ ഇതേപോലെ പിടിച്ചാലോ, ഇപ്പോൾ തന്നെ എന്റെ കൈ വേദനിക്കുന്നുണ്ട്. 5 മിനിറ്റ് പോലും ആയില്ല. നോക്കണേ, ഇത് ഞാൻ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് എന്റെ കൈക്ക് വേദന കൂടും, കൈ അവസാനം കുഴഞ്ഞു പോകും. അതേപോലെ എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഈ കുറഞ്ഞ കാലം ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുള്ളൂ, എത്ര കാലം എനിക്ക് ഉറപ്പൊന്നുമില്ല, ഏത് സമയത്ത് ഞാൻ മരിച്ചു പോവാ. ആ മരിക്കുന്ന കാലത്തോളം എനിക്ക് സന്തോഷത്തോടെ ജീവിക്കണം, മനോഹരമായ എന്തെങ്കിലുമൊക്കെ എന്റെ ജീവിതത്തിൽ ചെയ്യണം. ജസ്റ്റ് യു ഹാവ് ടു പ്ലാൻ ഇറ്റ്. അതിങ്ങനെ പ്ലാൻ ചെയ്യാം, ശരിക്കും അങ്ങോട്ട് പ്ലാൻ ചെയ്യാം. ഓക്കെ, ഇനി എത്ര കാലം എനിക്ക് ജീവിക്കുന്ന എനിക്ക് അറിയില്ല. അതുകൊണ്ട് എന്ത് ഭാരം ഉണ്ടെങ്കിലും ആ ഭാരം ഞാൻ താഴെ വെക്കാണ്. ഐ ഡോണ്ട് ഹാവ് എനി ടെൻഷൻ, ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും പെട്ടെന്ന് എന്റെ മനസ്സിനെ കൺവേർട്ട് ചെയ്യുന്നു, അതിലെന്തെങ്കിലും പടച്ചവന് ഹയർ വിചാരിച്ചിട്ടുണ്ടാവും. അനാവശ്യമായിട്ട് ഹസ്ബൻഡ് വന്ന് ദേഷ്യം പിടിച്ചു, പെട്ടെന്ന് മനസ്സിനെ കൺവേർട്ട് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഹയർ ഉണ്ടാവും. അല്ല ഇപ്പൊ എന്തിനാ ഇക്ക എന്നോട് ദേഷ്യം പിടിച്ചത്? വാശി പിടിക്കുന്ന ഒരു മോന് എന്ന് വാശി പിടിക്കും, പറഞ്ഞൊന്നും അനുസരിക്കത്തൂല, എന്തിനാ ടെൻഷൻ? അതിലെന്തെങ്കിലും ഹയർ ഉണ്ടാവും, അത് ശരിയായിക്കോളൂ. ഇങ്ങനെ ഒരു പ്രതീക്ഷയുടെ ലോകത്തേക്ക് നമ്മൾ എപ്പോഴും പോകണം. അപ്പോഴും ഒരു ടെൻഷൻ ഉണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല.
ഒരുപാട് ഭാരങ്ങളും പ്രശ്നങ്ങളും മനസ്സിൽ ഇങ്ങനെ കെട്ടിപ്പോകുമ്പോഴാ നമുക്ക് ഒത്തിരി ഇഷ്യൂസ് ഉണ്ടാവുക. ഞാൻ നല്ലൊരു തെറാപ്പി നിങ്ങൾക്ക് തരട്ടെ, ഒത്തിരി ഉപകാരപ്പെടും. പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ നമ്മൾ മാനസികമായിട്ട് വല്ലാതെ ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്, പല കാരണങ്ങളും കൊണ്ട്. അപ്പൊ അത് ഫ്രീ ആക്കി എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. 277 ആളുകൾ എന്റെ മുമ്പിലുണ്ട്, എല്ലാവരും കേൾക്കുന്നുണ്ടാകും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു മൊമെന്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. എല്ലാരും ചെയ്യണം കേട്ടോ. അത് വേണമെങ്കിൽ കമന്റ് ഒക്കെ ചെയ്യുക. ഞാനൊരു 3 മിനിറ്റ് സമയം തരാം. നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും സന്തോഷിച്ച ഒരു മൊമെന്റ്, അത് കുട്ടിക്കാലം മുതൽ ഈ നിമിഷം വരെ ഒന്നിങ്ങനെ ബാക്കിലേക്ക് പോവുക. ഒരുപാട് സന്തോഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും കേട്ടോ. അതിൽ ഏറ്റവും പീക്ക് ലെവലിലേക്ക് എത്തിയ ഒരു ഹാപ്പിനെസ് സെലക്ട് ചെയ്യുക. ചിലപ്പോ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കൂട്ടുകാരെ കൂടെ ടൂർ പോയതായിരിക്കും, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ കുട്ടി പ്രഗ്നന്റ് ആയി ആദ്യത്തെ കുട്ടിയെ കിട്ടിയ സമയത്തായിരിക്കും, പുതിയ വീടുണ്ടാക്കിയിട്ട് ആ വീടിന്റെ കുടിയിരിക്കൽ നടന്ന സമയത്തായിരിക്കും. ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹിച്ചിട്ട് മദീന എന്ന് പറയുന്ന മദീന മുനവറയിലേക്ക് എത്തി ഖുബത്തുൽ ഖദറായിന്റെ അടുത്തിരുന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രാർത്ഥിക്കുന്ന മൊമെന്റ് ആയിരിക്കാം. കഅബ തവാഫ് ചെയ്ത നിമിഷമായിരിക്കാം. മാഷാ അല്ലാഹ്, വീട് കുടിയിരിക്കുന്ന സമയത്ത്, മോളെ കിട്ടിയ സമയത്ത്, ഓക്കെ, എന്റെ കുട്ടി ആദ്യം കണ്ട സമയത്ത്, ഉംറക്ക് പോയ സമയത്ത്, ഓക്കെ, വെരി ഗുഡ്. മിസ്രിയിൽ സനത് കിട്ടിയ സമയത്ത്, വെരി ഗുഡ്. ഫസ്റ്റ് ടൈമിൽ മെഡൽ വാങ്ങിയ അവസരത്തിൽ, പെട്ടെന്ന് മദീനയിലേക്ക് എത്തിയ സമയത്ത്, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു മൊമെന്റ് സെലക്ട് ചെയ്യുക. വട്ട് എവർ ഇസ് ഇറ്റ്, അത് എന്തും ആവാട്ടോ. നിക്കാഹിടെ ജീവിതത്തില് ഒരു പുതിയൊരു ലൈഫ് തുടങ്ങുന്ന ഒരു നിമിഷം, ആ നിക്കാഹിന്റെ ഒരു ഡേ, അങ്ങനെ നിങ്ങളെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു മൊമെന്റ് നിങ്ങൾ ജസ്റ്റ് മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാം. ഇനി എല്ലാവരും ജസ്റ്റ് ഒന്ന് കമന്റ് സ്റ്റോപ്പ് ചെയ്യും കേട്ടോ. കമന്റ് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക, എന്നിട്ട് ഞാൻ പറയുന്നതിലേക്ക് ഇങ്ങനെ ശ്രദ്ധിക്കുക. കമന്റ് ചെയ്യാത്തവരോട് ഡോൺ വറി, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു മൊമെന്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഒരു വണ്ടർഫുൾ തെറാപ്പിയാണ് കേട്ടോ. NLP എന്നൊക്കെ പറയും, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്നൊക്കെ പറയും. യൂറോപ്പിലൊക്കെ വളരെ വ്യാപകമായിട്ട് മനുഷ്യ മനസ്സിനെ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണിത്. ഓക്കെ, നമ്മളെപ്പോഴും അങ്ങനെ ചെയ്യണം. ഈ അടുത്തൊരു കുട്ടി, പിന്നെ അവരെപ്പോഴും സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അവന്റെ അമ്മ അവനിക്ക് നല്ല സ്മൂത്ത് ആയ റൊട്ടി ഉണ്ടാക്കി കൊടുക്കുന്ന, ആ റൊട്ടിയായിട്ട് ഇവനിങ്ങനെ പോകുന്ന സമയത്ത് ജസ്റ്റ് സ്കൂളിന്റെ ഇടയിലായിട്ട് ഒരു പട്ടാളക്കാരനുണ്ട്. ആ പട്ടാളക്കാരന്റെ ക്യാബിനിൽ കയറി അമ്മ ഉണ്ടാക്കി കൊടുത്ത മധുരമായ റൊട്ടി പട്ടാളക്കാരന് കൊടുത്തിട്ട്, പട്ടാളക്കാരന്റെ കയ്യിലുള്ള അത്യാവശ്യം ഹാർഡായ കട്ടിയുള്ള റൊട്ടി എടുത്തിട്ട് അവൻ നേരെ സ്കൂളിൽ പോയി ഉച്ചഭക്ഷണമായിട്ട് കഴിക്കുമെന്നാണ്. നോക്കണേ, ഞാൻ പറഞ്ഞ സ്റ്റോറി മനസ്സിലായെന്ന് അറിയില്ല. ഒരു പൊന്നുമോന് എല്ലാ ദിവസവും അവന്റെ പ്രിയപ്പെട്ട ഉമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന അത്യാവശ്യം മൃദുലമായ മധുരമുള്ള റൊട്ടി എന്ത് ചെയ്യും, അവന് തൊട്ടടുത്തുള്ള പട്ടാളക്കാരന്റെ കയ്യിൽ കൊടുത്തിട്ട് പട്ടാളക്കാരൻ ഉച്ചഭക്ഷണത്തിനാക്കി മാറ്റിവെച്ച അത്യാവശ്യം ഉപ്പ് രസമുള്ള ഹാർഡായ റൊട്ടി എടുത്തിട്ട് അവൻ സ്കൂളിലേക്ക് പോകും. എന്നിട്ട് ഉച്ചഭക്ഷണം കഴിക്കും. എല്ലാ ദിവസവും എങ്ങനെയാ ചെയ്യാം. ഒരു ദിവസം പട്ടാളക്കാരൻ ചോദിക്കുന്നുണ്ട്, അല്ല മോനെ, മോനൂസിന്റെ ഉമ്മ ഉണ്ടാക്കി തന്ന മധുരമുള്ള റൊട്ടി കയ്യിൽ എനിക്ക് നൽകിയിട്ട് നീ എന്തിനാടാ എന്റെ കട്ടിയുള്ള റൊട്ടി കൊണ്ടുപോയി കഴിക്കണത് എന്ന് ചോദിച്ചപ്പോ ആ മോന് പറഞ്ഞത്രേ, സാറേ, എനിക്ക് ഭാവിയിൽ പട്ടാളക്കാരനാവാനാണ് ആഗ്രഹം, അപ്പൊ കട്ടിയുള്ള റൊട്ടി കഴിക്കേണ്ടി വരൂലേ, അതെന്റെ മോൻ പാകപ്പെടുത്തുകയാന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊരു സ്റ്റോറി പറയാൻ കാരണം, നമ്മളെ മനസ്സിൽ എന്തെങ്കിലും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നടക്കുന്നത് പോലെ മനസ്സിനെ പാകപ്പെടുത്തിയിട്ട് മുമ്പോട്ട് പോവാന്നുള്ളതാണ്. ഓക്കെ, മ്യൂട്ട് ചെയ്ത് വെക്കണേ, ആരൊക്കെയോ ചെറിയ ഒച്ചപ്പാട് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ആ സ്റ്റോറി പറയാൻ കാരണം, ഭാവിയിൽ പട്ടാളക്കാരനായാലും കട്ടിയുള്ള റൊട്ടി കഴിക്കേണ്ടി വരൂലേ, അതിന് ഇപ്പോഴും തന്നെ ബോർഡിനെ പാകപ്പെടുത്താണ്. ഞാൻ പറഞ്ഞത്, എനിക്ക് ദുനിയാവിലും വിജയിക്കണം, പരലോകത്തും വിജയിക്കണം. ഒരു വിജയത്തിന് വേണ്ടി കാത്തിരിക്കല്ല വേണ്ട. ഇപ്പോഴും ഞാൻ വിജയിച്ചിരിക്കുകയാണ്, ഇപ്പൊ ഞാൻ ഓക്കെ ആണ്. എനിക്കുള്ളത് വെച്ചിട്ട് പഠിച്ചോന് അല്ലാഹ് ഒരു നിമിഷം ചിന്തിച്ചു നോക്കുക. വീടില്ലാത്തവർ എത്ര പേരുണ്ട്, സ്ഥലമില്ലാത്തവർ എത്ര പേരുണ്ട്. ഒരാൾ വിളിച്ച് സംസാരിക്കാൻ ഈ ഒരൊറ്റ, നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ചയില് വയനാട് ജില്ലയിൽ സംഭവിച്ച മുണ്ടക്കയം ആക്സിഡന്റ്, ആ ഡിസാസ്റ്റർ മാത്രം വിചാരിച്ചാൽ മതി. ഒരു മനുഷ്യന്റെ ഒരു സിറ്റുവേഷൻ, സീറോയിലേക്ക് എത്തിയ ഒരു മനുഷ്യൻ. അപ്പൊ നമ്മൾ ഉള്ളതിലേക്ക് മനസ്സ് കൊടുക്കുക. അൽഹംദുലില്ലാ, എനിക്കൊരു വീടുണ്ടല്ലോ, അൽഹംദുലില്ലാ, എനിക്കൊരു ഹസ്ബൻഡ് ഉണ്ടല്ലോ,
അൽഹംദുലില്ലാ. മഴ കൊള്ളാത്ത കൂരയുണ്ടല്ലോ എനിക്ക്. അൽഹംദുലില്ലാ. 3 നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നുണ്ടല്ലോ. അൽഹംദുലില്ലാ. നാവിന് ടേസ്റ്റ് ഉണ്ടല്ലോ. അൽഹംദുലില്ലാ. കേൾവി ശക്തി ഉണ്ടല്ലോ. ഞങ്ങളൊരു ട്രെയിനിങ് കൊടുക്കാറുണ്ട്. എന്താ ട്രെയിനിങ് അറിയോ? ഇതുപോലത്തെ കണ്ടന്റ് ഒന്നും ഉണ്ടാവില്ല. രാവിലെ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. 2 കണ്ണ് ടൈറ്റ് ആക്കി ഇങ്ങനെ കെട്ടും. എന്നിട്ട് പിറ്റേ ദിവസം വൈകുന്നേരം കണ്ണഴിക്കുക. അതോടെ മനുഷ്യൻ നന്നാവും. പിന്നെ ഒന്നിലേക്കും പോവില്ല. മൂത്തു കപിലം തമൂത്തു എന്ന് പറഞ്ഞതുപോലെ മരിക്കുന്നതിന് മുമ്പ് മരിച്ചേക്കുക. കാരണം എന്താ? അത്രയേ ഉള്ളൂ നമ്മളൊക്കെ. എന്റെ വീടും എന്റെ സ്വത്തും എന്റെ ഏക്കർ കണക്കിന് സ്ഥലവും എന്റെ വണ്ടിയും എന്റെ സ്വർണവും ഒന്നും ഞാൻ കൊണ്ടുപോകില്ല. 60 പവന് സ്വർണ്ണമാണ് മുണ്ടക്കയം ആ മണ്ണിന്റെ അടിയിൽ നിന്ന് കിട്ടിയത്. ഒന്നും ഞാൻ കൊണ്ടുപോകില്ല. എല്ലാം ഇവിടെ ബാക്കി വെച്ചിട്ടാ ഞാൻ ആ മണ്ണിലേക്ക് പോവാ. ആ പോകുന്നത് വരെ എനിക്ക് സന്തോഷത്തോടെ ജീവിക്കണം. എന്റെ ലക്ഷ്യം എന്താ? എനിക്ക് ഇവിടെയും വിജയിക്കണം, പരലോകത്തും വിജയിക്കണം. ഐ വാണ്ട് സക്സസ് ഹിയർ ആൻഡ് ഹിയർ ആഫ്റ്റർ വേൾഡ്. എനിക്ക് ഇവിടെയും വിജയിക്കണം, പരലോകത്തും വിജയിക്കണം. എപ്പോഴും നന്ദി ചെയ്യുക, ചാരിറ്റി ചെയ്യുക, പാവപ്പെട്ടവരെ സഹായിക്കുക. അതിരാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പടച്ചോ നൽകിയ ബ്ലെസ്സിങ്സ് ഓർത്തിട്ട് അൽഹംദുലില്ലാ എന്ന് പറയാം. ഇന്ന് വളരെ സ്വസ്ഥമായിട്ട് എനിക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദ മാ അമാതന വഇലൈഹി നുശൂർ. മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുവന്ന പടച്ച റബ്ബിനാണ് സർവസ്തുതിയും. സംസാരിക്കാൻ കഴിയുന്നുണ്ട്, കാഴ്ചശക്തിയുണ്ട്, കേൾവി ശക്തിയുണ്ട്, എന്റെ കിഡ്നി വർക്ക് ചെയ്യുന്നുണ്ട്, എന്റെ ലിവർ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളെ ശരീരത്തിന്റെ അകത്തുള്ള കരള്, ശരീരത്തിനകത്തുള്ള കിഡ്നിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാല്, ഒരു കിഡ്നി നഷ്ടപ്പെട്ടാല് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയിട്ട് 50 ലക്ഷം 60 ലക്ഷം 70 ലക്ഷം കൊടുത്തിട്ട് വേണം അതൊന്ന് ശരിയാക്കാൻ. എന്നിട്ട് ജീവിതകാലം മുഴുവൻ ടാബ്ലറ്റ് കഴിക്കേണ്ടി വരും ഒരു നല്ലൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ. അപ്പോൾ എനിക്ക് മനസ്സിലാകും എന്റെ ശരീരത്തിന്റെ അകത്തുള്ള ആ കിഡ്നിക്ക് എത്ര വാല്യൂ ഉണ്ട്, എന്റെ ശരീരത്തിനകത്തുള്ള ലിവറിന് എത്ര വാല്യൂ ഉണ്ട്. ഇന്നലെ ഞാൻ ഉറങ്ങണ സമയത്ത് പ്രവർത്തിച്ച എന്റെ ഹൃദയത്തിന് എത്ര വാല്യൂ ഉണ്ട്. കണ്ണിന്റെ കൃഷ്ണമണിക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിയാൽ കൃഷ്ണമണി മാത്രം സർജറി ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, അവിടെ പോകണം. അപ്പൊ എന്റെ കൃഷ്ണമണിക്ക് എത്ര വാല്യൂ ഉണ്ട്. ഇത്രത്തോളം വാല്യൂ ഉള്ള എന്റെ ശരീരത്തെ, ഇത്രത്തോളം വാല്യൂ ഉള്ള എന്റെ ഇന്റേണൽ പാർട്സ്, ഇത്രത്തോളം ബ്ലെസ്സിങ്സ് നൽകിയ പടച്ച റബ്ബ് ഇതൊക്കെ നൽകിയിട്ടും നമ്മൾ കുറെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ജീവിക്കാം. മരിച്ചാൽ മതിയായിരുന്നു, എന്താ എന്റെ ജീവിതം ഇങ്ങനെ, ഞാൻ എന്താ ഇങ്ങനെ, എനിക്ക് മക്കളില്ലല്ലോ, എനിക്ക് വീടില്ലല്ലോ, എന്റെ മദറില്ലോ എന്താ ഇങ്ങനെ, എന്റെ ഹസ്ബൻഡ് എന്താ ഇങ്ങനെ, എന്റെ തലവര, എന്റെ വീട്ടി എന്നൊക്കെ ചിന്തിക്കുന്നതിന് പകരം അൽഹംദുലില്ലാ കണ്ണുണ്ടല്ലോ, അൽഹംദുലില്ലാ ചെവി ഉണ്ടല്ലോ, അൽഹംദുലില്ലാ ആരോഗ്യം ഉണ്ടല്ലോ, അൽഹംദുലില്ലാ 3 നേരം ഭക്ഷണം കഴിക്കാൻ കഴിയുന്നുണ്ടല്ലോ, ഇടയ്ക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്വസ്ഥമായിട്ട് ഇങ്ങനെ ജീവിച്ചു പോകാനുള്ള ഒരു ചുറ്റുപാട് എനിക്കുണ്ടല്ലോ എന്ന് തോട്ട്സിനെ ഇങ്ങനെ കൊണ്ടുവരാം. ആ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ഇല്ലായ്മയിലേക്ക് പോവില്ല. ഉള്ളത് കൊണ്ട് മനസ്സിങ്ങനെ പാകപ്പെടുത്തിയിട്ട് ഒരു ജീവിതം നമുക്ക് കിട്ടും. എപ്പോഴാ മരിക്കാന്നറിയില്ല. മരിക്കണത് വരെ സന്തോഷത്തോടെ എനിക്ക് ജീവിക്കണം. ഇപ്പൊ ഞാൻ ഒരൊറ്റ കാര്യം പറയട്ടെ. നമ്മൾ പലപ്പോഴും പടച്ച റബ്ബ് നമുക്ക് 2 ചെവി നൽകി, സ്വർണ്ണോ 2 ചെവി നൽകിയില്ല, നമുക്ക് 2 കണ്ണ് നൽകിയില്ലയോ, മൂക്കിന് 2 ഹോൾസ് നൽകിയില്ലയോ. എന്തിനാ പടച്ച റബ്ബ് ഒരൊറ്റ ഈ നാവില് ചുരുക്കിയത്? എന്താ വായ ഒന്നാക്കി മാറ്റിയത്? ഏതെങ്കിലും നിമിഷം ചിന്തിച്ചിട്ടുണ്ടോ? അതും കുറെ പല്ലിന്റെ ഒരു കവാടം അവിടെ ഉണ്ട്, പിന്നെ ഒരു ലിപ്സ് ഉണ്ട്. പല്ല് തുറന്നാലേ സംസാരിക്കാൻ പറ്റൂ, ലിപ്സ് തുറന്നാലേ സംസാരിക്കാൻ പറ്റുള്ളൂ. പടച്ച റബ്ബ് എനിക്ക് 2 ചെവിയും 2 കണ്ണും നൽകി ഒരൊറ്റ വായ തരാനുള്ള കാരണം എന്താ അറിയോ? അല്പം സംസാരിക്കാനും കൂടുതൽ കേൾക്കാനുമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഞാൻ നന്നാവാൻ തീരുമാനിച്ചു. എനിക്കൊരു സ്വാലിഹത്തായ ഒരു സ്ത്രീ ആയിട്ട് മാറണം. അൽ മർഅത്തു സ്വാലിഹ. അതിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്പം മാത്രം സംസാരിക്കുക, കൂടുതൽ കേൾക്കുക. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം എന്താ? മെയിൽ സൈക്കോളജിയിലും ഫീമെയിൽ സൈക്കോളജിയിലും പറയുന്നുണ്ട്, സ്ത്രീകളെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് പറഞ്ഞതിന് ശേഷമായിരിക്കും ചിന്തിക്കുക. മനസ്സിലായോ? എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ശേഷം അല്ലോ അത് വേണ്ടായിരുന്നു, പറഞ്ഞു പോയല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. സ്ത്രീകൾ കൂടുതൽ അങ്ങനെയാ. പുരുഷന്മാർ അങ്ങനെയല്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തതിന് ശേഷമായിരിക്കും ചിന്തിക്കുക. അതുകൊണ്ടാണ് അത്ര ജയിലുകളിൽ പുരുഷന്മാർ കൂടാൻ കാരണം. ജയിലിലെത്തിയ ശേഷം ചിന്തിക്കുക ഒന്നും അത് വേണ്ടായിരുന്നു. ഈ പുരുഷന്മാർക്ക് എടുത്തുചാട്ടം കൂടുതലാ, സ്ത്രീകൾക്ക് എന്തെങ്കിലുമൊക്കെ പറയൽ കൂടുതലാ. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ, സങ്കടങ്ങൾ ഇല്ലാതിരിക്കാൻ, തോട്ട്സുകൾ വല്ലാതെ കൂടാതിരിക്കാൻ ഏറ്റവും ബെസ്റ്റ് എന്താ അറിയോ? അല്പം സംസാരിക്കുക, കൂടുതൽ കേൾക്കുക. ആരെ കുറിച്ച് ഒന്നും പറയരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്വഹാബി ഇങ്ങനെ കയറി വരുമ്പോ തങ്ങൾ പറഞ്ഞു, ആ വരുന്ന സ്വഹാബി ഉണ്ടല്ലോ അദ്ദേഹം സ്വർഗത്തിലാന്ന് പറഞ്ഞു. സെക്കൻഡ് ഡേ തങ്ങൾ റിപ്പീറ്റ് ചെയ്തു, തേർഡ് ഡേ തങ്ങൾ റിപ്പീറ്റ് ചെയ്തു.
അപ്പൊ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സഹാബിക്ക് തോന്നി, പഠിച്ച മുത്തുനബി എന്തേ ഇദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ പറയാൻ കാരണം, അതൊന്ന് കണ്ടുപിടിക്കണല്ലോ എന്ന് പറഞ്ഞ് നേരെ പോയി ആ സഹാബിന്റെ വീട്ടിലേക്ക്. 3 ദിവസം ഗസ്റ്റ് ആയിട്ട് അവിടെ ഇങ്ങനെ നിന്നു. 3 ദിവസമായിട്ടും വലിയ അമലുകളോ അതൊന്നും കാണാതിരിക്കുമ്പോ ആ സഹാബിയോട് ചോദിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് അത്ഭുതമായി. എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞോ? അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട് കേട്ടോ. ഞാൻ ഇതുവരെ ഒരാളെയും വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചിട്ടില്ല, ഞാൻ ഇതുവരെ ഒരാളെയും പരിഹസിച്ചിട്ടില്ല, ഗീബത്ത് പറഞ്ഞിട്ടില്ല, നമീമത്ത് പറഞ്ഞിട്ടില്ല, ഞാൻ ഒരാളെ ഇതുവരെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, 5 ദിവസം നീണ്ടു നിൽക്കുന്ന മനോഹരമായ യാത്രയാണ്. നല്ല നല്ല തോട്ട്സുകൾ ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, മൂത്തു കബലം തമൂത്തു, മരിക്കുന്നതിന് മുമ്പ് മരിച്ചേക്കുക. ആരെ കുറിച്ചും ഒന്നും മോശത്തരം പറയരുത്, ആരെ കുറിച്ചും കുറ്റം പറയരുത്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഒരാളോട്, നിങ്ങളെ കൂട്ടത്തിൽ ഒരാൾക്ക് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാല്, പിന്നെ എപ്പോഴും കൂടെ നടക്കുന്ന ഒരു ഫ്രണ്ടാ, ആ ഫ്രണ്ടിന് ഒരു നല്ലൊരു സമ്മാനം കിട്ടി. ആ സമ്മാനം കിട്ടിയ ശേഷം നിങ്ങൾ ആ ഫ്രണ്ടിനോട് സംസാരിക്കാതെയായി. ശരിക്കും നിങ്ങൾ ആർക്കാ എതിരായത് ഒന്ന് പറയാവോ? നിങ്ങളൊരു ബെസ്റ്റ് ഫ്രണ്ടാണ്, ആ ബെസ്റ്റ് ഫ്രണ്ടിന് ഒരു അവാർഡ് കിട്ടി. അപ്പൊ ഈ അവാർഡ് കിട്ടിയപ്പോ നിങ്ങൾക്ക് അത്ര പിടിച്ചില്ല. ഓൾക്ക് എങ്ങനെ കിട്ടാതെ, എനിക്ക് കിട്ടേണ്ടതല്ലേ എന്ന് പറഞ്ഞിട്ട് അവളോട് സംസാരിക്കാതെയായി. തറവാട്ടിൽ ഒന്നിച്ചിങ്ങനെ പിന്നെ ജീവിച്ചു പോയതാ. ഒരാൾക്ക് പെട്ടെന്ന് മനോഹരമായ വീടുണ്ടായി. ആ വീടുണ്ടായ ശേഷം ഓള് വലിയ ആളായില്ലേ എന്ന് പറഞ്ഞിട്ട് ഓളോട് മിണ്ടാതെയായി. ശരിക്കും ആരോടാ നമ്മൾ എതിരായത് ഒന്ന് പറയാവോ? ആരോടാ നമ്മൾ എതിരായത്? ആരോടാ നമ്മൾ എതിരായത്? നമ്മളവിടെ എതിരായത് പടച്ചോനോടാണ്, ശരിയല്ലേ? പടച്ചോനോടാണ് ഞാൻ എതിരായത്. അവർക്ക് നല്ല വീടുണ്ടായത് പടച്ച റബ്ബ് കൊടുത്ത അനുഗ്രഹ. അവൾക്ക് അവാർഡ് കിട്ടിയത് പടച്ച റബ്ബ് കൊടുത്ത അനുഗ്രഹ. ആ അനുഗ്രഹത്തിനല്ല ഞാൻ എതിരായത്. അതുകൊണ്ട് തീരുമാനം എടുക്കുക, ഈ നിമിഷം മുതൽ എനിക്ക് ആരോടും ജലസില്ല, എനിക്ക് ആരോടും അസൂയയില്ല, എനിക്ക് എല്ലാവരോടും ഇഷ്ടമാണ് എന്ന് പറയുന്ന ലെവലിലേക്ക് എത്താം. അതേപോലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി, മനസ്സ് സെറ്റ് ആവണമെങ്കിൽ നമുക്ക് എന്തെങ്കിലൊക്കെ ഒരു ബ്ലെസ്സിങ്സ് പടച്ചോന്ന് കിട്ടിയാൽ നന്ദി പറയാം. ചാരിറ്റി ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഒരു 1000 രൂപ ഉണ്ടെങ്കിൽ 100 രൂപ ആർക്കെങ്കിലും അങ്ങോട്ട് കൊടുക്കുക, പാവപ്പെട്ടവരൊക്കെ സഹായിക്കുക. ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റണം. ചില ആളുകളൊക്കെ നമ്മള് ഒരു സ്ഥലത്ത് തന്നെ 2 തരത്തിലുള്ള ഷോപ്പ് നടക്കുന്നുണ്ടെന്ന് വിചാരിക്കുക കേട്ടോ. അതിലൊരു ഷോപ്പ് നല്ല കച്ചവടം നടക്കുന്നുണ്ട്, മറ്റു ഷോപ്പിൽ ഒരു കച്ചവടവും ഇല്ല. എന്താ വ്യത്യാസം എന്ന് വെച്ചാല്, ആ നല്ല കച്ചവടം ഉള്ള ഷോപ്പ് ഉണ്ടല്ലോ, ആ ഷോപ്പില് അദ്ദേഹം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കുറച്ച് ചാരിറ്റി കൊടുക്കാനുള്ള കാശ് അവിടെ വെച്ചിട്ടേ പോയി. അടുത്ത് ഞാൻ വിദേശത്തേക്ക് പോയപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, 2 റെസ്റ്റോറന്റ് ഉണ്ട് കേട്ടോ, അദ്ദേഹം എല്ലാ മാസവും ഒരു നിശ്ചിത അമൗണ്ട് ഒരു സ്ഥാപനത്തിലേക്ക് അങ്ങോട്ട് കൊടുക്കും. അയാളെ ബിസിനസ് ഇങ്ങനെ വളർന്ന് ഇങ്ങനെ പോവാ. ഇങ്ങനെയുള്ളൊരു ക്വാളിറ്റി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. അതേപോലെ തന്നെ സ്ട്രെസ്സുകളൊക്കെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ മ്യൂട്ട് ചെയ്യണം. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണം കേട്ടോ. ഞാൻ പറയുന്നത് ക്ലിയർ ആവൂല, അതുകൊണ്ടാ എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണേ. ഓക്കെ, വെൽ. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ഇമോഷൻസിനെ നന്നായിട്ട് മാനേജ് ചെയ്യുക. ഓക്കെ, ഒരു ദിവസം ഒരു 20 സെക്കൻഡ് ഒക്കെ ചിരിക്കണം. ഒരു സ്ഥലത്ത് പോയിട്ട് പൊട്ടിച്ചിരിയാവാതെ വിധത്തില് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കുക. നമ്മളെ മൈൻഡ് നല്ലോണം സെറ്റ് ആവും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ കുറെ ഹാപ്പിനെസ് ഉണ്ടാവും. അതിൽ കുറെ എണ്ണം നിങ്ങൾ കമന്റ് ആയിട്ട് ഷെയർ ചെയ്തു. പക്ഷെ അത് ഞാനൊരു തെറാപ്പി ചെയ്യാൻ പോവാണ്. അതിന്റെ റിസൾട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നാളത്തെ ക്ലാസ്സിൽ അറിയിക്കണം. എല്ലാവരും റെഡി ആണോ? ഞാൻ തെറാപ്പി ചെയ്യട്ടെ. ആരു റെഡി? ആരു റെഡി? ആരു റെഡി? ആരു റെഡി? ആരു റെഡി? ആരു റെഡി? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നമുക്ക് ആ തെറാപ്പിയിലേക്ക് കിടക്കാം. അത് നിങ്ങളെ മൈൻഡ് വല്ലാത്ത ഫ്രീ ആക്കി തരും കേട്ടോ. അപ്പോ വളരെ ഞാൻ പറയുന്ന കാര്യങ്ങൾ അതേപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ മേക്ക് ദ വണ്ടർഫുൾ റിസൾട്ട്. അതുകൊണ്ട് വളരെ സെറ്റായിരിക്കുക, ഒരു ഫ്രീ ആയ ഒരു സ്ഥലത്ത് ഇരിക്കുക, കൈ കെട്ടി ഇരിക്കാൻ പാടില്ല, കാല് ക്രോസ് ചെയ്തിരിക്കാൻ പാടില്ല, ബെഡിൽ കിടന്ന് ക്ലാസ് കേൾക്കരുത്, ഒരു കസേരയിൽ ഇങ്ങനെ ഇരുന്നിട്ടായിരിക്കണം ക്ലാസ് കേൾക്കേണ്ടത്. ഈ തെറാപ്പി ചെയ്യേണ്ടതും അങ്ങനെ തന്നെ കേട്ടോ. വളരെ ഫ്രീ ആയ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുക, കൈയും കാലും കംപ്ലീറ്റ് ഓപ്പൺ ചെയ്ത് അൺക്രോസ് ചെയ്തിരിക്കുക. ആരും റെഡി? ഇനി ഇവിടെ ശ്രദ്ധിക്കണം, എല്ലാവരും കമന്റ് സ്റ്റോപ്പ് ചെയ്യുക. നമ്മൾ തെറാപ്പിലേക്ക് കിടക്കുകയാണ്, അപ്പോൾ കണ്ണടച്ചിട്ടായിരിക്കും ചെയ്യുക. ആ സമയത്ത് ഒരിക്കലും കണ്ണടച്ച് കമന്റ് ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പൊ എനിവേ ജസ്റ്റ് ഒന്ന് എല്ലാവരും പ്ലീസ് സ്റ്റോപ്പ് യുവർ കമന്റ്സ്, ദെൻ ലിസൺ മീ. ഞാൻ പറയുന്ന വാക്കിലേക്ക് എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, ഒരു സ്വസ്ഥമായ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുക, ഫ്രീ ആയ ഒരു സ്ഥലത്ത് ഇരിക്കുക. നമ്മൾ കണ്ണടച്ചുകൊണ്ട് വി വിൽ ഡു തെറാപ്പി.
തെറാപ്പി ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മൂക്കിലൂടെ ബ്രീത്തിങ് എടുത്തിട്ട് വായലൂടെ വിടണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. മൂക്കിലൂടെ ശ്വാസം എടുക്കുക, വായലൂടെ ഇങ്ങനെ വിടുക. മൂക്കിലൂടെ ശ്വാസം എടുക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹങ്ങൾ ശരീരത്തിന്റെ ഉള്ളിലേക്ക് പോകുന്ന പോലെ മനസ്സിൽ വിചാരിക്കണം. തുടങ്ങിയിട്ടില്ല കേട്ടോ, തുടങ്ങിയിട്ടില്ല. ഞാൻ അത് കറക്റ്റ് പറയും. നിങ്ങൾ ഇവിടെ ഉണ്ടല്ലോ അല്ലെ? ഓക്കെ, കമന്റ് ചെയ്യരുത്. ഒന്ന് ജസ്റ്റ് ഒന്ന് ആ കൈ ചിഹ്നം ഉണ്ടല്ലോ, ഒന്ന് കൈ വീശി അറിയിച്ചാൽ മതി. അറിഹിയ അവിടെ ഒരു കൈന്റെ സിമ്പൽ കാണാം, അതെല്ലാം ജസ്റ്റ് ഒന്ന്. ഓക്കെ, വെൽ 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 താങ്ക് യു. എനിക്ക് ഒത്തിരി ഇഷ്ടമായ ഒരു കാര്യം, വളരെ പാഷനേറ്റ് ആയ ടീംസ് ആണ് കേട്ടോ ഈ കോഴ്സിൽ ജോയിൻ ചെയ്തത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ക്ലാസ് കൊടുക്കാൻ ഒത്തിരി സന്തോഷമാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ളതാണ്. ഇതിന്റെ ചെറിയൊരു ഇൻട്രഡക്ഷൻ മാത്രമാണ്. ബാക്കിയുള്ള ദിവസങ്ങൾ ഒരുപാട് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോ 5 ദിവസം കൂടെ തന്നെ ഉണ്ടാവണം. നമുക്ക് ഒരു സ്പിരിച്വൽ സെഷൻ നടക്കാനുണ്ട്, ഖുർആനിന്റെ അത്ഭുതം എന്ന് പറയുന്ന ക്ലാസ് നടക്കാനുണ്ട്, അതേപോലെ മക്കളെ വളർത്തുന്നതിന്റെ ഒരു സയന്റിഫിക് വശം മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഈ ഒരു 5 days ക്ലാസ് കഴിയുമ്പോഴേക്കും ഒരു ബെസ്റ്റ് സ്ത്രീ ആയിട്ട് മാറാന്നുള്ളതാണ്. ഓക്കെ, വെൽ. അപ്പൊ നിങ്ങൾ ഇവിടെ തന്നെ ഞാൻ പറയുന്നതിലേക്ക് ശ്രദ്ധിക്കാം. ഓക്കെ, നമ്മൾ ഈ മൂക്കിലൂടെ ശ്വാസം എടുത്തിട്ട് വായലൂടെ ഇങ്ങനെ വിടും കേട്ടോ. ഒരു 10 പ്രാവശ്യം അങ്ങനെ ചെയ്യും. ഈ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്ന അവസരത്തിൽ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹങ്ങൾ ശരീരത്തിനുള്ളിലേക്ക് പോകുന്ന പോലെ മനസ്സിൽ വിചാരിക്കുക. ശ്വാസം പുറത്തേക്ക് വിടുന്ന അവസരത്തിൽ എല്ലാ നെഗറ്റീവ്സുകളും, സങ്കടങ്ങളും, പ്രശ്നങ്ങളും, പ്രയാസങ്ങളും പുറത്തേക്ക് പോകുന്ന പോലെ മനസ്സിൽ വിചാരിക്കുക. ഇത് നമ്മൾ ചെയ്യേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, മൂക്കിലൂടെ ബ്രീത്തിങ് എടുക്കുക. അതെങ്ങനെ അറിയോ? ഇവിടെ ഹോൾഡ് ചെയ്യാം, എന്നിട്ട് ഈ വായലൂടെ ഇങ്ങനെ ബ്രീത്ത് ഔട്ട് ചെയ്യാം. അപ്പോ ഈ വായലൂടെ ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ നെഗറ്റീവ്സുകളും, സങ്കടങ്ങളും, പ്രശ്നങ്ങളും, പ്രയാസങ്ങളും, സ്ട്രെസ്സുകളും ഇങ്ങനെ പുറത്തേക്ക് പോകുന്ന പോലെ വിചാരിക്കുക. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ഞാൻ മൂക്കിലൂടെ ശ്വാസം എടുക്കുക, വായലൂടെ പുറത്തേക്ക് വിടുക. ഈ വായയിലൂടെ പുറത്തേക്ക് വിടുന്ന സമയത്ത് വായ ഒരു കോഴിമുട്ട വായിലേക്ക് ഇടുന്ന സമയത്ത് വായ എത്രത്തോളം ഓപ്പൺ ആക്കുന്നുവോ അത്രത്തോളം ഓപ്പൺ ആക്കണം കേട്ടോ. ഇത് ആദ്യം തന്നെ പറയാൻ കാരണം, ചില ഓഫ്ലൈൻ ക്ലാസ്സിലൊക്കെ നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ ചില ആൾക്കാർ ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടാ. ഈ വായ കംപ്ലീറ്റ് ഒരു കോഴിമുട്ട വായിലേക്ക് ഇടുന്ന പോലെ വായ ഓപ്പൺ ആക്കുക. ഫോർ എക്സാമ്പിൾ ഇതേപോലെ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഓൺലൈൻ ക്ലാസ് ആണ്, നിങ്ങൾ സ്വസ്ഥമായിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കായിരിക്കും, അതുകൊണ്ട് നോ ഇഷ്യൂ, നിങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു 10 പ്രാവശ്യം അതേപോലെ ചെയ്യണം. പിന്നെ ഞാൻ നിങ്ങളെ നേരത്തെ സെലക്ട് ചെയ്ത ഹാപ്പിനെസ് ഉണ്ടല്ലോ, ആ ഹാപ്പിനെസ് മനസ്സിലേക്ക് കൊണ്ടുവരണം. ഞാൻ പറയുന്ന പോലെ ചെയ്യണം കേട്ടോ. ചില ആളുകൾക്ക് ഈ ആദ്യം കിട്ടുമ്പോൾ ഒരു ഇത് തോന്നുന്നില്ലെങ്കിലും നമുക്ക് വരും ദിവസങ്ങളിലുള്ള ക്ലാസ്സിലൊക്കെ നമ്മൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് ചെയ്യും. പിന്നെ നിങ്ങൾ സ്വയം ഒന്ന് ചെയ്ത് നോക്കുക. ഒരു 3-4 പ്രാവശ്യം ചെയ്യുമ്പോൾ ഭയങ്കര റിസൾട്ട് ആയിരിക്കും. ചില ആളുകൾക്ക് ഈ ചെയ്യുന്ന സമയത്ത് തന്നെ റിസൾട്ട് കിട്ടും. അത് നിങ്ങൾ കമന്റ്സ് ഒന്ന് ഗ്രൂപ്പിൽ അറിയിച്ചാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ മൂക്കിലൂടെ ബ്രീത്തിങ് എടുത്തിട്ട് വായിലൂടെ ഇങ്ങനെ പുറത്തേക്ക് വിടാം. ക്ലിയർ? അങ്ങനെ ലൈഫിൽ സംഭവിച്ചൊരു ഹാപ്പിനെസ് നിങ്ങൾ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണാം. കണ്ണുകൊണ്ട് കാണാന്ന് വെച്ചാല് അതിന്റെ ഇപ്പോ ആദ്യത്തെ കുട്ടിയെ കിട്ടിയപ്പോ എന്ന് പറഞ്ഞപ്പോ അന്ന് ആ കുട്ടിന്റെ രൂപം, അന്നത്തെ ഹോസ്പിറ്റല്, അതിങ്ങനെ കാണാം. മദീനയിലേക്ക് പോയപ്പോഴാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് എന്ന് പറഞ്ഞ കുറെ ആളുകളുണ്ട്. ആ പച്ച ഹുബ്ബ മനസ്സിൽ ഇങ്ങനെ കാണാം. ഓക്കെ, അതേപോലെ തന്നെ കുടിയിരിക്കൽ നടന്ന സമയത്ത് ഒരു പുതിയൊരു വീടുണ്ടാക്കി ആ വീട്ടിലേക്ക് ആദ്യം ഇങ്ങനെ കയറിയപ്പോ വല്ലാത്ത ഹാപ്പിനെസ് തോന്നിയിട്ടുണ്ട്. അന്ന് കുടിയിരിക്കലിന് ആ വീട്ടിൽ കയറിയ സമയത്ത് ആ വീടിന്റെ പെയിന്റും വീടിന്റെ ഫെസിലിറ്റീസും ആ വീടിന്റെ സോഫയിൽ ഇരുന്നതും അന്ന് കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കിയതും അത് കണ്ടുകൊണ്ട് ഇങ്ങനെ കാണാം. ഇത് ശരിക്കും ചെയ്യണം കേട്ടോ, ഭയങ്കര റിസൾട്ടാ. NLP എന്ന് പറയുന്ന സൈക്കോളജിയിൽ ഒരു പഠനശാഖയുണ്ട്, അത് ഡീപ്പായിട്ട് പഠിച്ചാൽ മതി. അപ്പൊ ഒന്നിതാണ്, നിങ്ങളെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ആ മൊമെന്റ് കണ്ടുകൊണ്ട് ഇങ്ങനെ കാണാം. 2, നിങ്ങളെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച മൊമെന്റ് ഉണ്ടല്ലോ, അത് വാക്കുകളായിട്ട് ഇങ്ങനെ കേൾക്കാം. കശ്മീർ മുതൽ കന്യാകുമാരി വരെ കേൾക്കുന്ന വിധത്തിൽ ഇതിന്റെ വോള്യം കൂട്ടാം. വോള്യം കൂട്ടിയത് ഇങ്ങനെ കേൾക്കാം. 3 ബോഡിയിൽ ഫീൽ ചെയ്യുക, ആ ഹാപ്പിനെസ് ഇങ്ങനെ പ്രകടിപ്പിക്കുക. ചില സമയത്ത് ചാടുക, ചില സമയത്ത് കരച്ചിൽ വരും, കരയുക, ചിരിക്കുക. ഇതിങ്ങനെ ഞാൻ പറയുന്നത് പോലെ ചെയ്തു കഴിഞ്ഞാൽ യു ക്യാൻ സീ ദ വണ്ടർഫുൾ റിസൾട്ട്. എല്ലാവരും റെഡിയാണ് എന്ന് വിചാരിക്കുന്നു. അപ്പോ സ്വസ്ഥമായ സ്ഥലത്ത് ഇങ്ങനെ ഇരുന്ന് സാവകാശം ക്ലോസ് യുവർ ഐസ്, പതുക്കെ ഇങ്ങനെ കണ്ണടക്കുക. ഞാൻ പറയുന്ന പോലെ ചെയ്യണം കേട്ടോ, വണ്ടർഫുൾ റിസൾട്ട് ആയിരിക്കും. ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക. ഓക്കെ, മൂക്കിലൂടെ ശ്വാസം എടുത്തിട്ട് വായിലൂടെ ഇങ്ങനെ പുറത്തേക്ക് വിടുക. മൂക്കിലൂടെ ശ്വാസം എടുക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹങ്ങൾ ശരീരത്തിന് ഉള്ളിലേക്ക് പോകുന്ന പോലെ മനസ്സിൽ വിചാരിക്കുക. ശ്വാസം പുറത്തേക്ക് വിടുന്ന അവസരത്തിൽ എല്ലാ നെഗറ്റീവ്സുകളും, സങ്കടങ്ങളും, പ്രശ്നങ്ങളും, പ്രയാസങ്ങളും
വായിലൂടെ ഇങ്ങനെ പുറത്തേക്ക് പോകുന്ന പോലെ ഫീൽ ചെയ്യുക. ഒരു 10 പ്രാവശ്യം മൂക്കിലൂടെ ശ്വാസം എടുത്തിട്ട് വായിലൂടെ ഇങ്ങനെ പുറത്തേക്ക് വിടുക. വായിലൂടെ പുറത്തേക്ക് വിടുന്ന സമയത്ത് ശബ്ദങ്ങളൊന്നും ഉണ്ടായാലും പ്രശ്നമല്ല. വളരെ സ്വസ്ഥമായിട്ട് ഇതിങ്ങനെ ചെയ്യാം. മൂക്കിലൂടെ ബ്രീത്തിങ് എടുക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹങ്ങൾ ശരീരത്തിന്റെ ഉള്ളിലേക്ക് പോകുന്ന പോലെ മനസ്സിൽ ഇമാജിൻ ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത് എല്ലാ നെഗറ്റീവ്സുകളും, സങ്കടങ്ങളും, പ്രശ്നങ്ങളും, പ്രയാസങ്ങളും പുറത്തേക്ക് പോകുന്ന പോലെ മനസ്സിൽ വിചാരിക്കുക. ഒരു 10 പ്രാവശ്യം ഇതേപോലെ ചെയ്യുന്നു കേട്ടോ. മനസ്സിന് വല്ലാതെ സ്വസ്ഥത ഫീൽ ചെയ്യുന്നു, മനസ്സിന് വല്ലാതെ സമാധാനം ഫീൽ ചെയ്യുന്നു. ഇരു കാലുകൾ ലൂസ് ആൻഡ് റിലാക്സ് ചെയ്യുക. അരഭാഗം ഒന്ന് ലൂസാക്കി വിടുക, ഷോൾഡർ ഒന്ന് ലൂസാക്കി വിടുക, തലയൊന്ന് ലൂസാക്കി വിടുക, ബോഡി കംപ്ലീറ്റ് ലൂസാക്കി വിടുക. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹങ്ങൾ മൂക്കിലൂടെ ശരീരത്തിനുള്ളിലേക്ക് പോകുന്ന പോലെ മനസ്സിൽ വിചാരിക്കുക. ശ്വാസം പുറത്തേക്ക് വിടുന്ന അവസരത്തിൽ എല്ലാ നെഗറ്റീവ്സുകളും, സങ്കടങ്ങളും, പ്രശ്നങ്ങളും, പ്രയാസങ്ങളും വായിലൂടെ ഇങ്ങനെ പുറത്തേക്ക് പോകുന്ന പോലെ ഫീൽ ചെയ്യുക. ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്യണം കേട്ടോ. ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സൃഷ്ടിച്ച ഒരു ബൂസ്റ്റിംഗ് തെറാപ്പിയാണ് ഞാൻ ചെയ്യുന്നത്. അൽ മർഅത്തു സ്വാലിഹ എന്ന് പറയുന്ന കോഴ്സ് വളരെ മൈൻഡ് സെറ്റോട് കൂടെ നിങ്ങൾക്ക് കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ്. മൂക്കിലൂടെ ബ്രീത്തിങ് എടുത്തിട്ട് വായിലൂടെ ഇങ്ങനെ പുറത്തേക്ക് വിടുക. മൂക്കിലൂടെ ശ്വാസം എടുക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹങ്ങൾ ശരീരത്തിനുള്ളിലേക്ക് പോകുന്ന പോലെ മനസ്സിൽ വിചാരിക്കുക. ശ്വാസം പുറത്തേക്ക് വിടുന്ന അവസരത്തിൽ എല്ലാ നെഗറ്റീവ്സുകളും, സങ്കടങ്ങളും, പ്രശ്നങ്ങളും, പ്രയാസങ്ങളും വായിലൂടെ ഇങ്ങനെ പുറത്തേക്ക് പോകുന്ന പോലെ വിചാരിക്കുക. മനസ്സിന് വല്ലാതെ സ്വസ്ഥത ഫീൽ ചെയ്യുന്നു, മനസ്സിന് വല്ലാതെ സമാധാനം ഫീൽ ചെയ്യുന്നു, മനസ്സിന് വല്ലാതെ ശാന്തത ഫീൽ ചെയ്യുന്നു. ഒരു 10 പ്രാവശ്യം അതേപോലെ കണ്ടിന്യൂ ചെയ്യുക, അതേപോലെ കണ്ടിന്യൂ ചെയ്യുക. മൂക്കിലൂടെ ശ്വാസം എടുത്തിട്ട് വായിലൂടെ ഇങ്ങനെ പുറത്തേക്ക് വിടുക. മൂക്കിലൂടെ ശ്വാസം എടുക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹങ്ങൾ ശരീരത്തിനുള്ളിലേക്ക് പോകുന്ന പോലെ മനസ്സിൽ വിചാരിക്കുക. ശ്വാസം പുറത്തേക്ക് വിടുന്ന അവസരത്തിൽ എല്ലാ നെഗറ്റീവ്സുകളും, സങ്കടങ്ങളും, പ്രശ്നങ്ങളും പുറത്തേക്ക് പോകുന്നതായിട്ട് മനസ്സിൽ വിചാരിക്കുക. മനസ്സിന് വല്ലാതെ സ്വസ്ഥത ഫീൽ ചെയ്യുക, മനസ്സിന് വല്ലാതെ സമാധാനം ഫീൽ ചെയ്യുന്നു, മനസ്സിന് വല്ലാതെ ശാന്തത ഫീൽ ചെയ്യുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങളെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച മൊമെന്റ് മനസ്സിൽ ഇങ്ങനെ കൊണ്ടുവരാം. വീഡിയോസ് ആയിട്ട്, അത് ഫോട്ടോസ് ആയിട്ട്, ശരിക്കും കൺമുമ്പിൽ ഇങ്ങനെ നടക്കുന്നത് പോലെ ഫീൽ ചെയ്ത് അതിന്റെ കളർ കൂട്ടിയ, ബ്രൈറ്റ്നസ് കൂട്ടിയ, വലിപ്പം കൂട്ടിയ, ശരിക്കും നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ നേരത്തെ സെലക്ട് ചെയ്ത ആ ഹാപ്പി മൊമെന്റ് ഉണ്ടല്ലോ, അത് ശരിക്കും നടക്കുന്നതായി മനസ്സിൽ കാണാം, ശരിക്കും നടക്കുന്നതായിട്ട് മനസ്സിൽ കാണാം, ശരിക്കും നടക്കുന്നതായിട്ട് മനസ്സിൽ കാണാം. നിങ്ങളെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച മൊമെന്റ് കണ്ടുകൊണ്ട് ഇങ്ങനെ കാണാം. വീഡിയോസ് ആയിട്ട്, പിക്ചേഴ്സ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുവരാം. മനസ്സിന് വല്ലാതെ സ്വസ്ഥത ഫീൽ ചെയ്യുന്നു, സമാധാനം ഫീൽ ചെയ്യുന്നു, സന്തോഷം ഫീൽ ചെയ്യുന്നു. ശ്രദ്ധ മുഴുവനും ബ്രീത്തിങ്ങിലേക്ക് കൊടുക്കുക, ശ്രദ്ധ മുഴുവനും ബ്രീത്തിങ്ങിലേക്ക് കൊടുക്കുക. ഇനി നിങ്ങൾ ബ്രീത്തിങ് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അതിലേക്ക് ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നാൽ മതി. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച മൊമെന്റ് കണ്ടുകൊണ്ട് ഇങ്ങനെ കാണാം, കണ്ടുകൊണ്ട് ശരിക്കും കാണാം. വീഡിയോസ് ആയിട്ട്, ഫോട്ടോസ് ആയിട്ട് ഇങ്ങനെ കാണാം. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച മൊമെന്റ് ചെവി കൊണ്ടൊന്ന് കേൾക്കാവോ? ആ വാക്കുകളൊന്ന് കേൾക്കാവോ? ആ സന്തോഷിച്ച ആ സ്ഥലത്തുണ്ടായിരുന്ന വാക്കുകളൊന്ന് കേൾക്കാവോ? കശ്മീർ മുതൽ കന്യാകുമാരി വരെ കേൾക്കുന്ന വിധത്തിൽ അതിന്റെ വോള്യം കൂട്ടിയ, വോള്യം കൂട്ടിയ, വോള്യം കൂട്ടിയ, വോള്യം കൂട്ടിയ, നിങ്ങൾക്ക് വല്ലാത്ത സന്തോഷം ഫീൽ ചെയ്യുന്നു. ആ ബോഡിയിൽ ഒന്ന് പ്രകടിപ്പിച്ച്, ചിരിച്ചിട്ടോ കരഞ്ഞിട്ടോ ഒന്ന് പ്രകടിപ്പിച്ച്, ചിരിച്ചിട്ടോ കരഞ്ഞിട്ടോ ഒന്ന് പ്രകടിപ്പിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച മൊമെന്റ് കണ്ണുകൊണ്ട് കാണുക, ചെവി കൊണ്ട് കേൾക്കുക, ബോഡിയിൽ അനുഭവിക്കുക. സീ ഇറ്റ്, ഹിയർ ഇറ്റ്, ഫീൽ ഇറ്റ്. കമോൺ, യെസ് യെസ് യെസ്. സീ ഇറ്റ്, ഹിയർ ഇറ്റ്, ഫീൽ ഇറ്റ്. കമോൺ കമോൺ കമോൺ. കണ്ണുകൊണ്ട് ഇങ്ങനെ കാണുക, ശരിക്കും വാക്കുകൾ ഇങ്ങനെ കേൾക്കുക, ബോഡിയിൽ ഒന്ന് ഫീൽ ചെയ്യുക, അനുഭവിക്കുക. ശരിക്കും യു ക്യാൻ സീ ഇറ്റ്, ഹിയർ ഇറ്റ്, ഫീൽ ഇറ്റ്. സീ ഇറ്റ്, ഹിയർ ഇറ്റ്, ഫീൽ ഇറ്റ്. സീ ഇറ്റ്, ഹിയർ ഇറ്റ്, ഫീൽ ഇറ്റ്. ആ രംഗം കണ്ണുകൊണ്ട് ഇങ്ങനെ കാണാം, ചെവി കൊണ്ട് ഇങ്ങനെ കേൾക്കുക, ബോഡിയിൽ ഒന്ന് ഫീൽ ചെയ്യുക, ബോഡിയിൽ ഒന്ന് അനുഭവിക്കുക. ശരിക്കും യു ക്യാൻ ഹിയർ ഇറ്റ്, സീ ഇറ്റ്, ഫീൽ ഇറ്റ്. കമോൺ, യെസ് 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 യെസ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച മൊമെന്റ് 1000 മടങ്ങാക്കിയ സന്തോഷത്തെ മാറ്റാം. ആ സന്തോഷം ശരിക്കും കണ്ടുകൊണ്ട് ഇങ്ങനെ കാണാം, വീഡിയോസ് ആയിട്ട് കാണാം, ക്യാമറയിൽ ഇങ്ങനെ കാണാം, ഫോട്ടോസ് ആയിട്ട് ഇങ്ങനെ കാണാം. അതിന്റെ ബ്രൈറ്റ്നസ് കൂട്ടാം, അതിന്റെ കളർ കൂട്ടാം. യെസ് 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 യെസ്. അങ്ങനെ തന്നെ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആ രംഗം കണ്ണുകൊണ്ട് ഇങ്ങനെ കാണണേ, ചെവി കൊണ്ട് കേൾക്കണേ, ബോഡിയിൽ ഒന്ന് ഫീൽ ചെയ്യണം. യെസ് 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 യെസ്. ഹിയർ ഇറ്റ്, സീ ഇറ്റ്, ഫീൽ ഇറ്റ്. കമോൺ 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 കമോൺ. നിങ്ങളുടെ ജീവിതത്തിലെ
ഏറ്റവും കൂടെ സന്തോഷിച്ച മൊമെന്റ്. കീപ് ക്ലോസിങ് യുവർ ഐസ്. കണ്ണടച്ച് തന്നെ ഇരിക്കുക. ബ്രീത്തിങ്ങിലേക്ക് തന്നെ ഇങ്ങനെ ശ്രദ്ധ കൊടുത്തിരിക്കുക. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച മൊമെന്റ് അത് പീക്ക് ലെവലിലേക്ക് കൊണ്ടുപോവുക, 1000 മടങ്ങാക്കി മാറ്റുക. ആ സന്തോഷം കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത് പോലെ ഇങ്ങനെ കാണാം, ആ വാക്കുകൾ ഇങ്ങനെ കേൾക്കാം, ബോഡിയിൽ ഒന്ന് ഫീൽ ചെയ്യുക, അനുഭവിക്കുക. കമോൺ 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 കമോൺ. ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കൊണ്ടുവന്ന, ഹാപ്പിനെസ് കൊണ്ടുവന്ന, സ്വസ്ഥത കൊണ്ടുവന്ന, സമാധാനം കൊണ്ടുവന്ന ഒരു വണ്ടർഫുൾ മിറാക്കിൾ ബൂസ്റ്റിംഗ് തെറാപ്പിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച മൊമെന്റ്. യു ക്യാൻ സീ ഇറ്റ്, യു ക്യാൻ ഹിയർ ഇറ്റ്, യു ക്യാൻ ഫീൽ ഇറ്റ്. കണ്ണുകൊണ്ട് കാണുക, ചെവി കൊണ്ട് കേൾക്കുക, ബോഡിയിൽ അനുഭവിക്കുക. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ് 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 യെസ്. See it, hear it, feel it. See it, hear it, feel it. See it, hear it, feel it. ആ ശരിക്കും ഫീൽ ചെയ്യുക. കരഞ്ഞിട്ടോ ചിരിച്ചിട്ടോ ഫീൽ ചെയ്യുക. ബോഡി ശരിക്കും അങ്ങോട്ട് അനുഭവിക്കുക. കണ്ണുകൊണ്ട് ആ രംഗം ഇങ്ങനെ കാണുക, ചെവി കൊണ്ട് കേൾക്കുക. അത് ശരിക്കും അങ്ങോട്ട് ഫോളോ ചെയ്യുക. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യു ക്യാൻ സീ ദ മിറാക്കിൾ ഇൻ യുവർ ലൈഫ്. യു ക്യാൻ സീ ദ മിറാക്കിൾ ഇൻ യുവർ ലൈഫ്. ഓക്കെ, വെരി ഗുഡ്, 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 വെരി ഗുഡ്. മൂക്കിലൂടെ ശ്വാസം എടുത്തിട്ട് വായിലൂടെ ഒന്ന് വിടാം. മനസ്സിന് വല്ലാതെ സ്വസ്ഥത ഫീൽ ചെയ്യുന്നു, സമാധാനം ഫീൽ ചെയ്യുന്നു, സന്തോഷം ഫീൽ ചെയ്യുന്നു. ഈ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ 90 വയസ്സ് വരെ ആഫിയത്തുള്ള കാലത്തോളം ഈ സന്തോഷം ജീവിതത്തിൽ ഉണ്ടാകുന്നത് മനസ്സിൽ ഇങ്ങനെ കാണാം. നിങ്ങൾക്ക് എന്തൊക്കെ സ്വപ്നങ്ങളാണോ, എന്തൊക്കെ ആഗ്രഹങ്ങളാണോ ജീവിതത്തിൽ ഉള്ളത്, അതൊക്കെ നടക്കുന്നതായിട്ട് മനസ്സിൽ വിചാരിക്കുക. നടക്കുന്നതായിട്ട് മനസ്സിൽ വിചാരിക്കുക. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇത്രത്തോളം അനുഗ്രഹം നൽകിയ പടച്ച റബ്ബിനാണ് സർവസ്തുതിയും. അൽഹംദുലില്ലാഹ്. കണ്ണ് നൽകിയ, ചെവി നൽകിയ, വായ നൽകിയ, ശരീരം നൽകിയ, പവർ നൽകിയ, ആരോഗ്യം നൽകിയ, ഇരിക്കാനും നടക്കാനും കിടക്കാനും ഫുഡ് കഴിക്കാനും എല്ലാത്തിനും എനിക്ക് അനുഗ്രഹം നൽകിയ പടച്ച റബ്ബിനാണ് സർവസ്തുതിയും. അൽഹംദുലില്ലാഹ്. എന്റെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ് എല്ലാ നന്ദിയും. എന്റെ പ്രിയപ്പെട്ട ഉമ്മയോടാണ് നന്ദി, എന്റെ വാപ്പയോടാണ് നന്ദി, എന്നെ സ്നേഹിക്കുന്നവരോട്, എന്നെ ഇഷ്ടപ്പെട്ടവരോട്, എന്നെ ചേർത്ത് പിടിച്ചവരോട്, ഇവരോട് എനിക്ക് തീരാത്ത നന്ദിയുണ്ട്. എനിക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്ക് എന്നോട് സ്നേഹമാണ്. ഇനിയുള്ള കാലം, ഈ നിമിഷം മുതൽ ഞാൻ വളരെ ഹാപ്പിയോടെ ജീവിക്കും. എന്ത് സ്ട്രെസ് ഉണ്ടെങ്കിലും, എന്ത് പ്രശ്നമാണ്, അതൊക്കെ വലിച്ചെറിഞ്ഞ് സ്വസ്ഥമായിട്ട് ഞാൻ ജീവിച്ചു പോകും. എനിക്ക് ജീവിതം ഒന്നേ ഉള്ളൂ. ഐ ലവ് മൈസെൽഫ്. എനിക്ക് എന്നെ ഇഷ്ടം, എനിക്ക് എന്നോട് സ്നേഹം. മൂക്കിലൂടെ ശ്വാസം എടുത്തിട്ട് വായിലൂടെ ഇങ്ങനെ പുറത്തേക്ക് വിടാം. Then slowly open your eyes. പതുക്കെ ഇങ്ങനെ കണ്ണു തുറക്കുക. സാവകാശം ഓപ്പൺ യുവർ ഐസ്. പതുക്കെ ഇങ്ങനെ കണ്ണു തുറക്കുക. കണ്ണു തുറന്നു കഴിഞ്ഞാൽ എല്ലാവരും ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ കൈവീശിട്ടോ ഒന്ന് അറിയിക്കുക. നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട സെഷന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങാണ്. കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈവീശിട്ടോ അറിയിക്കുക. തെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. ലൈക്ക് ദിസ് എന്ന് പറഞ്ഞിട്ട് ബോഡി കംപ്ലീറ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. ഒരു ഫ്രീ മൈൻഡിലേക്ക് അങ്ങോട്ട് വരും. ഓക്കെ, എന്നിട്ട് എല്ലാവരും നമ്മുടെ ഇന്നത്തെ സെഷന്റെ എൻഡിങ്ങിലേക്ക് പോവാണ്. നമ്മൾ 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മനോഹരമായ ഒരു യാത്രയാണ് ഈ കോഴ്സ് എന്ന് പറയുന്നത്. അതിൽ ചെറിയ കാര്യങ്ങളെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തോളൂ. ഒരു കാര്യം തീരുമാനിക്കുക, എനിക്ക് ജീവിതം ഒന്നേ ഉള്ളൂ, ലൈഫ് ഒന്നേ ഉള്ളൂ. പക്ഷെ അത് മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് ചെയ്യണം. ഒരുപാട് കഴിവുകളൊക്കെ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളെ മക്കളെ നന്നായി പഠിപ്പിക്കാം. കാരണം എന്റെ മോനെ ആലിമായാല്, എന്റെ മോന് IAS കാരനായാല്, എന്റെ മോന് ഡോക്ടറായി കഴിഞ്ഞാല്, മൊറാലിറ്റി കീപ്പ് ചെയ്യുന്ന ഒരു ഡോക്ടറായി കഴിഞ്ഞാല്, നാളെ ഞാൻ മരിച്ചു കഴിഞ്ഞാലും അൽഹംദുലില്ലാഹ് ആ കുട്ടിയിലൂടെയെങ്കിലൊക്കെ ഞാൻ ജീവിക്കുമല്ലോ. ആ കുട്ടിയിലൂടെയെങ്കിലൊക്കെ ഞാൻ ജീവിച്ചു പോവല്ലോ. നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഈ പാരന്റിങ് റിലേറ്റഡ് ആയ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിൽ ഞാൻ കുറച്ച് ഇമോഷണൽ മാനേജ്മെന്റ് ആയ കാര്യങ്ങളും ആ ക്ലാസ്സിൽ വെച്ച് പറയാം. ഇന്നത്തെ ക്ലാസ്സിലാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. നമ്മള് മൈൻഡ് ഒന്ന് സ്വസ്ഥാക്കി മാറ്റുക. അതിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് സ്വന്തമായിട്ട് വീട്ടിൽ ഗാർഡൻ ഉണ്ടാക്കുക, രാവിലെയൊക്കെ കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യാം. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷിച്ച മൊമെന്റ്സുകളൊക്കെ ഇങ്ങനെ എഴുതി വെക്കുക. അതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വായിച്ചു നോക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാ ലൈഫ് സന്തോഷമാവുക. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, കപ്പലിന്റെ പുറത്തൊഴുകുന്ന വെള്ളം കപ്പലിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പ്രശ്നം. ശരിയല്ല ഞാൻ പറഞ്ഞത്? കടലിലൂടെ ഇങ്ങനെ മനോഹരമായി പോയിക്കൊണ്ടിരിക്കുന്ന കപ്പലിന്റെ അകത്തേക്ക് വെള്ളം കയറി കഴിഞ്ഞാല് പ്രയാസമാണ്. അതേപോലെ സ്വസ്ഥമായി നിൽക്കുന്ന മനസ്സിന്റെ അകത്തേക്ക് പുറത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ ടെൻഷനോ സ്ട്രെസ്സോ കയറി കഴിഞ്ഞാല് ആ മനസ്സ് പ്രശ്നമായിട്ട് മാറും.
ബലൂണിന്റെ അകത്ത് കിടക്കണ വായു വല്ലാതെ കൂടിക്കഴിഞ്ഞാൽ ബലൂണ് പൊട്ടിപ്പോകും. അതുകൊണ്ട് ഈ മനസ്സിനെ സ്വസ്ഥമാക്കി വെക്കാന്നുള്ളതാ അതിന് ഏറ്റവും ബെസ്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത്. എപ്പോഴും വിചാരിക്കുക ഇതല്ലെങ്കിൽ നാളെ ഞാൻ മരിച്ചു പോവാനുള്ളതാ. ആ മരിക്കണത് വരെ ഒന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കണം. പിന്നെ ആരെങ്കിലൊക്കെ എന്നെ പ്രയാസപ്പെടുത്തിയാൽ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് ഉണ്ടാവും. പഠിച്ചവൻ എന്തെങ്കിലുമൊക്കെ ഹൈർ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. കല്യാണം കഴിഞ്ഞ് 4-5 വർഷമായി, മക്കളായിട്ടില്ല. ടെൻഷൻ അല്ല വേണ്ടത്. പടച്ചറപ്പ് എന്തെങ്കിലുമൊക്കെ ഹൈർ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിൽ കഴിഞ്ഞ് എപ്പോഴും പ്രശ്ന വിചാരിച്ചൊരു ഹസ്ബൻഡിനല്ല കിട്ടിയത്, കല്യാണം കഴിയണ്ടായിരുന്നു. അങ്ങനെ അല്ല ചിന്തിക്കേണ്ടത്. എന്തെങ്കിലുമൊക്കെ ഹൈർ ഉണ്ടാവും. അല്ലെങ്കിൽ ഒരിക്കലും പഠിച്ചവന് ഈ ഹസ്ബൻഡായിട്ട് എന്നെ കണക്ട് ചെയ്യൂലല്ലോ. എന്റെ ഉപ്പന്റെ അടുത്ത് വല്ലാത്ത സ്വസ്ഥായിട്ട് കഴിഞ്ഞതാ. ഇപ്പോ കണ്ണൂർ സിസ്റ്റൊക്കെ ആയിരുന്നെങ്കിൽ പ്രശ്നമായിരുന്നില്ല. ഉമ്മന്റെ കൂടെ തന്നെ ഇരിക്കായിരുന്നു. ഹസ്ബൻഡ് വീട്ടിലിരുന്ന് ഇക്കാക്കാന്റെ ഈ ഉമ്മന്റെ സ്വഭാവം കാണുമ്പോൾ വേണ്ടായിരുന്നു ഈ കല്യാണം എന്നൊക്കെ തോന്നിപ്പോവാ. ചിന്തിക്കരുത്, എന്തെങ്കിലുമൊക്കെ ഹൈർ ഉണ്ടാവും. അങ്ങനെ ഒരു മദർ ഇൻ ലോനെ കിട്ടണില്ല, എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് ഉണ്ടാവും. ഇങ്ങനെ മനസ്സിന് ഇതേപോലെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും, പഠിച്ചോ ഇതൊക്കെ എങ്ങനെ ചെയ്യാ. അത് ചെയ്യാന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോൺകർ യുവർ സെൽഫ്. സ്വന്തം മനസ്സിനെ അങ്ങോട്ട് കീഴടക്കുക, ഹവൻ നഫ്സിനെ കീഴടക്കുക. മനസ്സ് പലതും പറയും, ശരിയല്ല ഞാൻ പറഞ്ഞേ, അതിനിങ്ങനെ കീഴടക്കുക. ചില സമയത്ത് നല്ല മടി വരും, ചില സമയത്ത് വല്ല വിഷയം വരും, ചിന്തകൾ വല്ലാതെ കൂടിപ്പോകും. പൊതുവെ സ്ത്രീകൾക്ക് ചിന്തകൾ കൂടുതലാ. ചിന്തിച്ച് കുറെ 1 കിലോമീറ്റർ ദൂരത്ത് പോയി പിന്നെ ടാക്സി വിളിച്ച് തിരിച്ചു വരേണ്ടി വരും. അമ്മാതിരി ചിന്തകൾ എത്തിയിട്ടുണ്ടാവും. നാളെയോ മറ്റന്നാളോ നടക്കേണ്ട കാര്യം ഇന്ന് തന്നെ ചിന്തിച്ചിട്ടുണ്ടല്ലോ, അത് ഒക്കെ പ്രശ്നമായി മാറിയിട്ടുണ്ടാവും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഈ നിമിഷത്തിൽ അങ്ങോട്ട് ജീവിച്ചു പോവാ. നമ്മളെ ടോപ്പിക് അതാ, ചിന്തകൾക്ക് കടിഞ്ഞാണിടാന്ന് പറയണതാ. ഈ പ്രസന്റിൽ ജീവിക്കുക. എന്ത് സുഖ പ്രസന്റിൽ ഇങ്ങനെ ജീവിച്ചു പോവുക. അതിഥി തൊഴിലാളികൾ നമ്മളെ നാട്ടിൽ വന്ന് ജോലി ചെയ്യുന്നത് പോലെയാ. ഇന്ന് സമ്പാദിച്ചിട്ട് അതിൽ കിട്ടുന്ന കാശൊക്കെ അവർ ഫുഡൊക്കെ അടിച്ച് വളരെ സ്വസ്ഥമായിട്ട് കഴിയുന്നത് പോലെ ഇല്ല. നാളെ ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ് ടുമോറോ. യെസ്റ്റർഡേ ഐ ഡോണ്ട് നോ. യെസ്റ്റർഡേ ഇന്നലെ സംഭവിച്ച കാര്യം ഞാൻ ആലോചിച്ചിട്ട് എനിക്കൊരു കാര്യമില്ല, ഒന്നും എനിക്ക് തിരിച്ചു കിട്ടത്തില്ല. ഞാൻ അതിലേക്ക് തന്നെ മനസ്സ് കൊടുക്കണില്ല. ശരിയല്ല ഞാൻ പറഞ്ഞത്? ഇന്നലകളിൽ സംഭവിച്ചു പോയ കാര്യങ്ങൾ എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല. ഇന്നലകളിൽ എന്നെ തകർത്തവരുണ്ട്, മോശാക്കിയവരുണ്ട്. ഇന്നലകളിൽ ഞങ്ങൾക്ക് ഒരുപാട് പരാജയങ്ങളുണ്ട്. അത് മനസ്സിൽ കൊണ്ട് നടക്കൊണ്ട് ഐ വോണ്ട് ഗെറ്റ് എനിത്തിങ്. എനിക്കൊന്നും കിട്ടില്ല. നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത് ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ് ടുമോറോ. സോ ഐ ഡോണ്ട് വാണ്ട് ടു തിങ്ക് ഓൺ ഇറ്റ്. അതിനെ കുറിച്ച് ചിന്തിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് മൈൻഡ് ഒരു സ്വസ്ഥമായിട്ട് നിലനിർത്താൻ, ചിന്തകൾക്ക് കടിഞ്ഞാണിടാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ലിവ് ഇൻ പ്രസന്റ് എന്നാ. ഈ പ്രസന്റിൽ ഇങ്ങനെ ജീവിച്ചു പോവാ, പ്രസന്റിലായിട്ട് ഇങ്ങനെ ജീവിക്കുക. റംല പറഞ്ഞതുപോലെ പാസ്റ്റ് ഈസ് പാസ്റ്റ്, ഗോൺ ഈസ് ഗോൺ. കഴിഞ്ഞതൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു. വരാൻ പോകുന്നത് എന്താന്ന് എനിക്ക് അറിയില്ല. ഇപ്പൊ ഞാനിവിടെ ഗൂഗിൾ മീറ്റ് ഇങ്ങനെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. AC ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്, ഫാനിന്റെ കാറ്റ് ഇങ്ങനെ കൊള്ളുന്നുണ്ട്. നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. അങ്ങനെ പ്രസന്റിലേക്ക് മനസ്സിലിങ്ങനെ കൊണ്ടുവരാം. അപ്പോഴും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, സാറേ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇന്നലെ വെച്ച് ഓർമ്മ വരും സാറേ. ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സാറേ നാളെ കുറിച്ച് ഞാൻ ആലോചിക്കും സാറേ, എന്താ അതിന് സൊല്യൂഷൻ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ സൊല്യൂഷൻ പറയട്ടെ. സ്വന്തമായി ഗാർഡൻ ഉണ്ടാക്കുക. രാവിലെ ആ ഗാർഡനിലേക്ക് പോയിട്ട് വെള്ളം ഒഴിക്കുക. എടുത്ത് ഞാനൊരു പുസ്തകം എടുത്ത് ഇങ്ങനെ വായിക്കാട്ടോ. ആ പുസ്തകത്തിന്റെ ഹെഡിങ് എന്താന്ന് വെച്ചാല്, നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പരിഹാരമുണ്ട്. എന്താ? നിരാശയുണ്ടോ, സങ്കടമുണ്ടോ, പ്രശ്നങ്ങളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, സൊല്യൂഷൻ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആ പുസ്തകം ഇങ്ങനെ കൊടുക്കണം. എനിക്ക് ക്യൂരിയോസിറ്റി കൂടി, എന്താന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് താഴോട്ട് പോയപ്പോ സൊല്യൂഷൻ എഴുതി കൊടുത്തിട്ടുണ്ട്. എന്താ സൊല്യൂഷൻ അറിയോ? അധ്വാനിക്കുക എന്നുള്ളതാ. അധ്വാനിക്കുക, ഡു ഹാർഡ് വർക്ക് ചെയ്യുക. പിന്നെ ഞാൻ ചിന്തിച്ചപ്പോ അത് 100% ശരിയാണെന്ന് എനിക്ക് മനസ്സിലായി. അധ്വാനിക്കുക. രാവിലെ എണീച്ചത് മുതല് കുട്ടികളെ മദ്രസയിലേക്ക് വിടുക, അവരെ പഠിപ്പിക്കുക, ഫുഡ് ഉണ്ടാക്കുക, പിന്നെ കുറച്ച് പുസ്തകങ്ങൾ വായിക്കുക, അവിടെ പിന്നെ വീട്ടിന്റെ പുറത്തിറങ്ങിയിട്ട് ഒരു തെങ്ങ് നട്ടുപിടിപ്പിച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക, പിന്നെ കുറച്ച് ഡ്രസ്സ് അങ്ങോട്ട് അലക്കുക, പിന്നെ ഒരു പുസ്തകം വായിക്കുക, അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് പോവാ, ഇങ്ങനെ വിളിച്ച് സംസാരിക്കും, കുറെ ഓൺലൈൻ കോഴ്സ് ഒക്കെ ചെയ്യാം, കുറെ നോട്ടൊക്കെ ഇങ്ങനെ എഴുതാം. ഒരു സെക്കൻഡ് പോലും ഫ്രീ ഇല്ല, ഫുൾ എൻഗേജ്ഡ്. എന്നിട്ട് രാത്രി 10 മണിയാകുമ്പോഴേക്കും ബെഡിൽ ഇങ്ങനെ കിടന്ന് ഓർമ്മയുണ്ടാവുള്ളൂ, അങ്ങോട്ട് ഉറങ്ങിപ്പോവും. പിന്നെ എണീക്കുന്നത് രാവിലെ ആയിരിക്കും. ഇത് നമ്മളെ അവസ്ഥ എന്താ അറിയോ? നമ്മളൊന്നും ചെയ്യൂല, കുറെ അങ്ങോട്ട് ആലോചിക്കും, കുറെ ഇങ്ങനെ ചിന്തിക്കും. രാത്രി ഉറക്ക് വരും, അങ്ങോട്ട് തിരിയും ഇങ്ങോട്ട് തിരിയും. പ്രഭാതം ആവൂല, പ്രഭാതം ആയാലോ കുറെ സ്ട്രെസ്സുകളും പ്രശ്നങ്ങളും. എത്രത്തോളം നമ്മൾ ഫ്രീ ആവുന്നുവോ ആ ഫ്രീ ആവുന്നതനുസരിച്ച് പ്രശ്നങ്ങൾ കൂടും. പിന്നെ എനിക്ക് മനസ്സിലായത് ആ പുസ്തകത്തിൽ വളരെ വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു പ്രശ്നം ജീവിതത്തിൽ ഉണ്ടാവൂല. ഒരൊറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ മതി, ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായിട്ട് അധ്വാനിക്കുക.
എന്നിട്ട് ആ ലെവലിൽ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ മുമ്പോട്ട് പോവുക, തീരുമാനിക്കുക. അൽമർഅത്തു സ്വാലിഹ എന്ന് പറയുന്ന കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, ഇനി ജസ്റ്റ് ക്യാൻ എൻഗേജ്, നിങ്ങൾ നന്നായിട്ട് എൻഗേജ് ആവുക. ഇൻഷാ അല്ലാഹ് അതിന് നമുക്ക് ഒത്തിരി സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും. നമ്മളതിന് 5 ദിവസം ഉണ്ട്. പിന്നെ മനോഹരമായ ക്ലാസ്സുകളൊക്കെ നടക്കും. അതേപോലെ വാട്സപ്പിലൂടെ കുറെ സന്ദേശം നിങ്ങൾക്ക് അയച്ചു തരും. ഒരു അഫർമേഷന്റെ വീഡിയോ നിങ്ങൾക്ക് ഗ്രൂപ്പിലൂടെ അയച്ചു തരും. അതൊക്കെ ഇങ്ങനെ ഹെഡ്സെറ്റ് വെച്ച് എയർപോർട്ട് വെച്ച് ഇങ്ങനെ കേൾക്കാം. പിന്നെ ഒരു മനോഹരമായ ഒരു മെഡിറ്റേഷൻസ് നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. ഞാൻ ഈ നേരത്തെ ചെയ്ത ബൂസ്റ്റിംഗ് തെറാപ്പി ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നാളത്തെ ക്ലാസ്സിന് മുമ്പായിട്ട് ഒന്ന് ചെയ്യുക. അത് ക്ലാസ് കഴിയുന്നത് വരെ ഒന്ന് ചെയ്യണം. വി ആർ വിത്ത് യു, ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ട്. നമുക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, എല്ലാവരും മരിക്കണത് വരെ സന്തോഷത്തോടെ ജീവിക്കുക, മരിച്ചു കഴിഞ്ഞാലും സന്തോഷത്തോടെ ജീവിക്കുക, ഹിയർ ആഫ്റ്റർ വേൾഡ് പരലോകത്തേക്ക് എത്തിക്കഴിഞ്ഞാലും സന്തോഷത്തോടെ ജീവിക്കുക. കാരണം ജീവിതം എന്ന് പറയുന്നത് ഒരു വേസ്റ്റ് അല്ല. എത്രത്തോളം ഇപ്പോ എന്റെ ബോഡിക്ക് വിലയിടുകയാണെങ്കിൽ, എന്റെ കണ്ണും എന്റെ ചെവിയും എന്റെ ഇന്റേണൽ പാർട്ടിന് വിലയിടുകയാണെങ്കിൽ കോടികളായിരിക്കും എന്റെ ശരീരത്തിന് ഉണ്ടാവുക. എത്രത്തോളം കോടികൾ വാല്യുള്ള ഒരു സാധനത്തെ വെറുതെ വേസ്റ്റ് ആക്കി കളയാനോ കരഞ്ഞു തീർക്കാനോ ജീവിതം തകർക്കാനോ ഞാൻ തീരുമാനം എടുക്കണില്ല. ഇൻഷാ അല്ലാഹ് ഈ നിമിഷം മുതൽ എനിക്ക് ദുനിയാവിലും വിജയിക്കണം, പരലോകത്തും വിജയിക്കണം. ഐ സ്റ്റാർട്ടഡ് മൈ ജേർണി, എന്റെ യാത്ര തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഞാൻ ഒരിക്കലും പതറൂല എന്ന തീരുമാനത്തോടു കൂടെ ഇന്ന് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും ജീവിതത്തിൽ കൊണ്ടുവന്ന് വളരെ സ്വസ്ഥമായി ശാന്തമായ രീതിയിൽ മുമ്പോട്ട് പോകാൻ വേണ്ടി തീരുമാനിക്കുക. അൽഹംദുലില്ലാ 250ഓളം ആളുകൾ ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്തിരുന്നു. ക്ലാസ്സിന് അവസാനത്തിലേക്ക് എത്തുമ്പോൾ 220 230 ആളുകളാണ് ഉള്ളത്. ഇത്രത്തോളം സമയം വൈകിയിട്ടും വളരെ പാഷനേറ്റ് ആയ ആളുകളാണ് ഈ കോഴ്സിൽ ജോയിൻ ചെയ്തത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. തൽക്കാലം ഞാൻ എന്റെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങളെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അറിയിക്കണം. നമുക്ക് നാളെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. സ്പിരിച്വൽ ക്ലാസ്സുകളുണ്ട്, അതേപോലെ ഖുർആനിക് റിലേറ്റ് ആയ ക്ലാസ്സുകളുണ്ട്. ഇതിന്റെ കൂടെ തന്നെ വാട്സപ്പ് ക്ലാസ്സുകളൊക്കെ കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മനുഷ്യനായി ജീവിക്കാനും നന്മകൾ ചെയ്യാനും ഞാൻ കാരണം ഒരുപാട് അടയാളങ്ങൾ ഈ ജീവിതത്തിൽ ഉണ്ടാക്കാനുള്ള ഒരു ഭാഗ്യം പടച്ചോൻ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം നമുക്കിവിടെ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. അപ്പൊ ഇതിന്റെ റെക്കോർഡ് അവൈലബിൾ ആണ് കേട്ടോ, റെക്കോർഡ് നിങ്ങൾക്ക് അയച്ചു തരും. അപ്പൊ വീണ്ടും ഞാൻ പറഞ്ഞ ക്ലാസ് ഒന്ന് ഒരു പ്രാവശ്യം കൂടി കേൾക്കാം. മനസ്സിൽ വല്ലാത്തൊരു ഫ്രീ ഫീലിംഗ് നമുക്ക് കിട്ടും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. തൽക്കാലം നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഗുഡ് നൈറ്റ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.